സത്യമിരെ സ്മരിച്ചുകൊണ്ട് മണ്ഡപവിമർശനം വൈദഗ്ധ്യ പ്രകടനത്തിന് 33ാമത്തെ കാരിക. ഭാവേർ അസദ്ഭിരേവായം അദ്വയേന ച കൽപ്പിതഃ ഭാവാപ്യദ്വയേനൈവ തസ്മാദ് അദ്വയതാ ശിവ. പൂർവശ്ലോകാർത്ഥസ്യ ഹേതുമാക. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇത്യേഷ പരമാർത്ഥത. നിരോധത്തെയും ഉത്പത്തിയും എല്ലാം നിഷേധിച്ച് തുര്യൻ, അത് മാത്രമാണ് പരമാർത്ഥം എന്ന് പറഞ്ഞു. അതിനുള്ള ഹേതു പറയുന്നു. എന്തുകൊണ്ട് തുര്യൻ മാത്രം പരമാർത്ഥമാകുന്നു? യഥാ രജ്ജ്വാം അസദ്ഭി സർപ്പധാരാദിഭിർ അദ്വയേന ച രജ്ജുദ്രവ്യേണ സത അയം സർപ്പ ഇയം ധാര ദണ്ഡോ അയമിതിവ രജ്ജുദ്രവ്യമേവ കൽപ്യതേ. കൽപ്പന എന്ന് പറഞ്ഞു. മനസ്പന്ദനമാണ് പ്രപഞ്ചം, എല്ലാം കൽപ്പന എന്ന് പറഞ്ഞു. ഇത് എന്തിന്റെ കൽപ്പനയാണ്? മുമ്പ് നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ജീവന്റെ കേവലം മാനസിക കൽപ്പനയല്ല. ആത്മാവ് തന്നെയാണ് ഈ നാനാരൂപത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മനാ സ്വയം എന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തന്നെ പലതായി തീർന്നു എന്ന് പറയാറുണ്ടല്ലോ. അതിന് ദൃഷ്ടാന്തം പറയുന്നു. ഒരേ രജ്ജു തന്നെയാണ് സർപ്പമായും ധാരയായും ദണ്ഡമായും എല്ലാം കാണുന്നത്. അല്ലാതെ ഇവിടെ രണ്ടാമതൊന്നുമില്ല. അതിലൂടെ അദ്വൈത ശിവ, അദ്വൈതം എന്ന് പറയുകയും പിന്നെ രണ്ട് ഏതെങ്കിലും തരത്തിലുണ്ടെന്ന് പറയുകയും ചെയ്താൽ അത് ശരിയായില്ല. അതുകൊണ്ട് പറയുന്നു രജ്ജുവാം അസദ്ഭി സർപ്പധാരാദിഭിർ. സർപ്പം, ധാര തുടങ്ങിയവ ഇതെല്ലാം അസത്താണ്, പരമാർത്ഥത്തിലില്ലാത്തതാണ്. അതെല്ലാമായി മാറുന്നത് എന്താണ്? അദ്വൈനജ രജ്ജുദ്രവ്യേണ സത, അദ്വൈതമായിരിക്കുന്ന ഏകം. അദ്വൈതം എന്ന് വെച്ചാൽ അവിടെ രജ്ജു ഏകമാണ്, അത് ഉള്ളതാണ്, അത് പലതായിത്തീരുന്നു. എങ്ങനെ? സർപ്പം, ഇയം ധാര ദണ്ഡോ അയം. ഇത് സർപ്പമാണ്, ധാരയാണ്, ദണ്ഡാണ്, ഇങ്ങനെ പലതരത്തിൽ രജ്ജുദ്രവ്യമേവ കൽപ്യതയ. ഒരു വസ്തു തന്നെയാണ് പലതായി അവിടെ അനുഭവപ്പെടുന്നത്. ഏവം പ്രാണാദിഭിർ അനന്തേഹി അസദ്ഭി രേവ അവിദ്യമാനഃ പരമാർത്ഥതഃ. ഇതുപോലെ ഈ പ്രാണാദിരൂപത്തിൽ അനന്തരൂപത്തിൽ കാണുന്നത് ആത്മാവ് തന്നെയാണ്. ആത്മാവ് തന്നെയാണ് കൽപ്പനയ്ക്ക് അധിഷ്ഠാനമായിരിക്കുന്നത്. അത് തന്നെയാണ് നാനാരൂപത്തിൽ മനസ്സ്, ശരീരം, ഇന്ദ്രിയം തുടങ്ങി നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നത്. അത് കൽപ്പനയായതുകൊണ്ട് എന്താണ്? പരമാർത്ഥത. പരമാർത്ഥത്തിൽ അതിന്റെ സ്വരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ സംഭവിക്കും. ആത്മാവ് തന്നെ പലതായി തീർന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ മാറ്റം സംഭവിച്ചല്ലോ പറയുന്നു. ആ മാറ്റം സംഭവിക്കുന്നത് പരമാർത്ഥത്തിലല്ല. അതുകൊണ്ട് ആത്മാവിൽ ഒന്നും സംഭവിക്കാതെ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു. അതിനാണ് കൽപ്പന എന്ന് പറയുന്നത്. അത് തന്നെ മനസ്സായി മാറുന്നു. ആ മനസ്സ് തന്നെ നാനാരൂപങ്ങളെ പ്രാപിക്കുന്നതാണ്. മനസ്സ്പന്ദനമാണ് സർവ്വം എന്ന് പറഞ്ഞത്. അത് പറയുന്നത് നഹ്യ പ്രചരിതേ മനസ്സി കശ്ചിത് ഭാവോപലക്ഷയിത് ശക്യതേ കേനചിത്. മനസ്സിന്റെ സ്പന്ദനമാണ് സർവ്വം എന്ന് പറഞ്ഞു. മനസ്സ് സ്പന്ദിക്കാതിരുന്നാലോ ഈ കാണുന്ന ഒരു ഭാവങ്ങളും അവിടെ അനുഭവപ്പെടത്തില്ല. അതാണ് സുഷുപ്തിയിലും സമാധിയിലും ഒന്നും പ്രപഞ്ചാനുഭവം വരാത്തത്. അവിടെ മനസ്സ് സ്പന്ദിക്കുന്നില്ല. അപ്രചലിതേ മനസ്സിൽ മനസ്സ് സ്പന്ദിക്കാതിരുന്നാൽ ഇതൊന്നും അനുഭവപ്പെടില്ല. എന്നുവെച്ചാൽ ആത്മനഃ പ്രചലനമസ്യ, ആത്മാവിൽ ചലനമില്ല. ആത്മാവ് നിശ്ചലമാണ്. ആത്മാവിൽ
ആരോപിതമായ മനസ്സ്, ആ മനസ്സിന്റെ ചലനം കൊണ്ടത് നാനാഭാവങ്ങളെ സൃഷ്ടിക്കുന്നു. പ്രചലിത സീവ ഉപലഭ്യമാന ഭാവ ന പരമാർത്ഥത സ്വന്തഃ കൽപ്പയിതും ശക്യഃ. ആ മനസ്സിന്റെ ചലനം, മനസ്സ്പന്ദനം, അതുകൊണ്ടാണ് ഈ സർവഭാവങ്ങളും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് പരമാർത്ഥമല്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിലും സമാധിയിലും അത് അനുഭവപ്പെടാത്തത്. അതോ അസദ്ഭിരേവ പ്രാണാദിഭാവീർ അദ്വയേനച്ച പരമാർത്ഥ സദാത്മന രജ്ജുവത് സർവവികൽപ്പ ആസ്പദഭൂതേന അയം സ്വയമേവ ആത്മാ കൽപ്പിതഃ. ഈ പ്രാണാദിഭാവങ്ങൾ, മനസ്സ് തുടങ്ങി പ്രാണൻ തുടങ്ങി ശരീരം ഉൾപ്പെടെ ബാഹ്യമായി വരുന്ന സർവ്വതും അത് പരമാർത്ഥത്തില്ലെങ്കിലും അസത്താണ്, ആരോപിതമാണ് എന്നർത്ഥം, സത്യമല്ല. എന്നാലും പരമാർത്ഥമായിരിക്കുന്ന ഈ ആത്മാവിനാൽ, ആത്മാവ് രജ്ജുസ്ഥാനത്താണ്. അതാണ് സർവ ആരോപങ്ങൾക്കും ആധാരമായിരിക്കുന്നത്. സ്വയം അത് തന്നെ എന്ത് ചെയ്തു? നാനാരൂപത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആത്മാവ് തന്നെ നാനാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പ്രപഞ്ചം. സദാ ഏകസ്വഭാവോപി സൻ തേജ പ്രാണാദിഭാവ അദ്വൈനൈവ സദാത്മന വികൽപ്പിതാഃ. ആത്മാവ് സദാ ഏകരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യും, ചലനമില്ലാതെ സ്ഥിതി ചെയ്യും. സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ അത് പ്രാണാദി നാനാഭാവങ്ങളിൽ സ്വയം ആത്മാവ് തന്നെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിന്റെ ആരോപമാണ് ജീവൻ, മനസ്സ്, സർവപ്രപഞ്ചവും. അല്ലാതെ രണ്ടാമത് കൽപ്പിക്കാനായി മറ്റൊന്നില്ല. നഹി നിരാസ്പദാഹ കാചിത് കൽപ്പന ഉപലഭ്യത. അതുകൊണ്ട് ഈ കൽപ്പനകൾക്കെല്ലാം, മനസ്സ് തുടങ്ങി സർവകൽപ്പനകൾക്കും ഒരു ആധാരം വേണം. ആധാരരഹിതമായി കൽപ്പനകൾ സംഭവിക്കില്ല. അത് ആത്മാവാണ്. അത് സർവകൽപ്പന ആസ്പദത്വാത് സ്വേനാത്മന അദ്വയസ്യ അവ്യഭിചാര കൽപ്പനാവസ്ഥായാമപി അദ്വൈത ശിവ. ഇവിടെ പറഞ്ഞു വരുന്നത് പ്രധാനമായി ഇതാണ്. തസ്മാത് അദ്വൈത ശിവ. ഈ കൽപ്പനകൾ കൊണ്ട് ആത്മാവിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? ആത്മാവിൽ എന്തെങ്കിലും ന്യൂനത സംഭവിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞു ബന്ധവും മോക്ഷവും രണ്ടും കൽപ്പിതമാണെന്ന് പറഞ്ഞു. ഏഷ പരമാർത്ഥ, ആത്മാവ് മാത്രം പരമാർത്ഥം പറയുന്നു. സർവകൽപ്പനാസ്പദത്വ. ഇവിടെ ആത്മാവിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ, തുര്യനിൽ അനുഭവപ്പെടുന്ന സർവവും, ബന്ധവും മോക്ഷവും എല്ലാം അത് കൽപ്പനയാണ്. ഇവിടെ പറയുന്നു ആ കൽപ്പന സംഭവിക്കുന്നതുകൊണ്ട് അതിനെ നമുക്ക് ബന്ധമെന്ന് പറഞ്ഞുകൂടെ? ആ കൽപ്പന സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കൽപ്പനയിൽ നിന്ന് മോചനം നേടണം എന്നാഗ്രഹം വരാം. അപ്പം മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കാം, മോക്ഷം നേടാം പറയുന്നു. അതെല്ലാം കൽപ്പനകളാണ്. കാരണം കൽപ്പനയെ സംബന്ധിച്ചിടത്തോളം സർവകൽപ്പനകൾക്കും സർവ ആരോപങ്ങൾക്കും ഒരാധാരമേ ഉള്ളൂ. ആധാരം കൂടാതെ കൽപ്പന സംഭവിക്കത്തില്ല. ഈ കൽപ്പനകൾ എന്താണ്? അത് തന്നെയാണ്. എന്താണോ അതിന്റെ ആധാരമായിരിക്കുന്നത് അത് തന്നെയാണ് ഈ നാനാരൂപത്തിൽ ഭാസിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു കൽപ്പനാവസ്ഥായാമപി. ഈ കൽപ്പനകളിൽ നിന്നെല്ലാം മോചിതനായിട്ടല്ല. ഇവിടെ പറയുന്നു അങ്ങനെ ഒരു മോചനം എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. അതും ഒരു ആരോപം മാത്രമാണ് മോക്ഷം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, സാധകൻ, സാധന, മോക്ഷം, ബന്ധം സർവവും ഈ അദ്വൈതമായിരിക്കുന്ന ആത്മാവിൽ ആരോപിച്ചിരിക്കുകയാണ്.
ആരോപങ്ങളായി ഇത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞു ഇത് മാത്രം പരമാർത്ഥം, ബന്ധമോക്ഷങ്ങളെല്ലാം കൽപ്പിതമെന്ന് പറയുന്നു? ആ കൽപ്പനാവസ്ഥയാമപി, ആ കൽപ്പനാവസ്ഥയിലും ഒരാൾ കരുതുന്നു ഇതെല്ലാം തന്നിൽ ആരോപിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ആ കൽപ്പിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ പോലും അദ്വൈത ശിവ, ആ അദ്വൈത ശിവ അതാണ് പരമാർത്ഥമായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ബന്ധമോക്ഷങ്ങൾ വാസ്തവമല്ല എന്ന് പറയുന്നത്. സാധകനും സാധനയുമെല്ലാം കൽപ്പിതമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൽപ്പിച്ചിരിക്കുന്ന അവസ്ഥയിലും മോക്ഷത്തെക്കുറിച്ച് നമ്മൾ കൽപ്പനകൾ അല്ലെങ്കിൽ ഭാവനകൾ നിലനിർത്തുന്നതിന് അർത്ഥമൊന്നുമില്ല. കാരണം മോക്ഷത്തെക്കുറിച്ചുള്ള ഭാവന, കൽപ്പന എല്ലാം നിലനിർത്തണമെങ്കിൽ ആദ്യം ബന്ധത്തെ കൽപ്പിക്കുന്നു. താൻ ബന്ധനസ്ഥനാണ്, എനിക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം വേണം, ഇതെല്ലാം കൽപ്പിക്കും. ഇത് രണ്ടും ഒരുപോലെയാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടും കൽപ്പന, ആരോപം എന്നുള്ള നിലയ്ക്ക് ഇത് രണ്ടും അസത്യമാണ്. അതുകൊണ്ട് ഈ കൽപ്പനകളെല്ലാം നിലനിൽക്കുമ്പോഴും അത് ബന്ധകൽപ്പനയായാലും ശരി, മോക്ഷകൽപ്പനയായാലും അദ്വൈത ശിവ അവസ്ഥയിലും പരമാർത്ഥമായിരിക്കുന്നത് അദ്വയമാണ്. ആത്മാവ് തുര്യൻ, അവൻ പരമാർത്ഥമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ഇത്യേഷ പരമാർത്ഥത. അതുകൊണ്ട് അവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ആ തത്വഗ്രഹണമാണ് മുഖ്യം എന്നർത്ഥം. ആ തത്വഗ്രഹണം അസാധ്യമായി വരുന്നിടത്താണ്. ഏതാ തത്വഗ്രഹണം? ഇത് തന്നെ. ഈ കൽപ്പനാവസ്ഥയിൽ, കൽപ്പനാവസ്ഥ എന്ന് പറയുമ്പോഴെന്താണ്? താൻ ബന്ധനസ്ഥനാണെന്ന് കരുതുകയോ അല്ലെങ്കിൽ താൻ മുക്തനാണെന്ന് കരുതുകയോ, ഇത് രണ്ടും കൽപ്പനകളാണ്. ഈ രണ്ടവസ്ഥയിലും അദ്വൈത ആണ് ശിവമായിരിക്കുന്നത്, പരമാർത്ഥമായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ മുഖ്യമായിരിക്കുന്നത് എന്താണ്? ഈ ബോധത്തിനാണ്. തന്റെ അദ്വൈത സ്ഥിതിയെ ഗ്രഹിക്കുന്നതാണ് മുഖ്യമായിരിക്കുന്നത്. തന്റെ അദ്വൈതത്തെ ഗ്രഹിക്കുന്നതിന് അസാധ്യമായി വരുമ്പോൾ, ഈ ബോധം ഒരുവന്റെ ഉള്ളിൽ പ്രകാശിക്കാതെ വരുമ്പോഴാണ്, അതിന് കഴിയാതിരിക്കുമ്പോഴാണ് പിന്നെ ബാക്കി ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രനാകാനും മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുമെല്ലാം. അപ്പോൾ ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്താണ്? സംസാരം എന്ന് കരുതിയിരിക്കുന്ന സമയത്തും അദ്വൈത ശിവമായിരിക്കുന്നു. തസ്മാത് അദ്വൈത ശിവ. അതുകൊണ്ട് ഇല്ലാത്ത ബന്ധനത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തത്വബോധം കൂടാതെയുള്ള കാര്യങ്ങൾ. ശരി, ഒരാൾക്ക് അത്തരമൊരു തത്വബോധം ഉണ്ടാകുന്നില്ല, ഒരാൾക്ക് പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയില്ല. അയാൾക്ക് കർമ്മങ്ങളിൽ തുടങ്ങി തപസ്സുകളിലൂടെയൊക്കെ കടന്നു പോവാം, ആ പരമാർത്ഥം ബോധിക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ആവർത്തിച്ച് എന്താണ് ചെയ്യുന്നത്? പരമാർത്ഥത്തെ നമ്മൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഏത് കൽപ്പനകളിൽ നിന്നാലും ശരി, ഇതാണ് പരമാർത്ഥം, അദ്വൈത, അത് ശിവമാണ്. മറിച്ച് അടുത്ത് പറയുന്നു കൽപ്പന ഏവത്വ ശിവ. നിങ്ങളുടെ ഈ കൽപ്പനകളുണ്ടല്ലോ, ബന്ധത്തെ സംബന്ധിച്ചും മോക്ഷത്തെ സംബന്ധിച്ചുമുള്ള കൽപ്പനകൾ, ഇതാണ് അശിവ. ഇതാണിപ്പം തടസ്സമായിരിക്കുന്നത്. ഇതാണ് സംസാരം എന്ന് പറയുന്നത്. അതാണ് അശിവമായിരിക്കുന്നത്. അപ്പോൾ ഈ തത്വത്തെ ഒരുവൻ ഗ്രഹിക്കുക, അതാണ് ഇവിടെ മുഖ്യമായി പറയുന്നത്. തത്വഗ്രഹണമാണ് മുഖ്യം. അതല്ലാതെ വരുന്ന മറ്റ് അനുഷ്ഠാനങ്ങൾ അതെന്തായാലും ശരി, അതെല്ലാം ഇവിടെ തുച്ഛങ്ങളാണ്. അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. ഇവിടെ പറയുന്നത് ആ തത്വസ്ഥിരനാകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കൽപ്പനകളെ ത്യജിക്കുക എന്നുള്ളതാണ് മുഖ്യം. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ കൽപ്പിക്കുന്നു. ഇതാരാ കൽപ്പിക്കുന്നു പറഞ്ഞു? ആത്മാവ് തന്നെ കൽപ്പിക്കുന്നു. ആ കൽപ്പനകളോ
പറഞ്ഞു അതും ആത്മാവ് തന്നെ. സതാ ആത്മനാ വികൽപ്പിതാഹ. സത്തായ ആത്മാവാണ് ഇതെല്ലാം ഈ കൽപ്പനകൾ ചെയ്യുന്നത്. തന്നിൽ ആരോപിക്കുകയാണ് ഇതെല്ലാം. തുര്യൻ തന്നിൽ ആരോപിക്കുകയാണ്. ജാഗ്രത സ്വപ്നങ്ങളിലൂടെ അത് ആരോപിക്കുകയാണ്. തന്നിൽ ആരോപിച്ചിരിക്കുന്നതോ അതടുത്ത് പറയും. ആരോപിച്ചിരിക്കുന്നതും തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അപ്പൊ തന്നിലുള്ള ആരോപങ്ങളെയും ഒരാൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ബന്ധമോക്ഷങ്ങളെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നിനെയും പ്രത്യേകിച്ച് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഒന്നിനെയും പ്രത്യേകിച്ച് ത്യജിക്കേണ്ട കാര്യമില്ല. ഇത് സർവവും കല്പിതമാണെന്ന് മനസ്സിലാക്കിയാൽ, ആരോപിതമാണെന്ന് മനസ്സിലാക്കിയാൽ, കല്പിതം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്റെ മനസ്സുകൊണ്ട് എന്തെങ്കിലും സങ്കല്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ കല്പിതം എന്ന് പറയുന്നു. നമ്മുടെ മനസ്സിന്റെ കൽപ്പനകളെയല്ല പറയുന്നത്. ഇതെല്ലാം തുര്യനുള്ള ആരോപങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് കൽപ്പന എന്ന് പറയുന്നത്. കൽപ്പന അല്ല എന്ന് പറയുന്നത് എന്നിലിരിക്കുന്ന അഹംബോധം, എന്നിലിരിക്കുന്ന ജീവഭാവം, ഇതൊന്നും ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയല്ല. എന്റെ ബോധം സ്ഫുരിക്കുമ്പോഴെല്ലാം ഈ കൽപ്പനകൾ ആ ബോധത്തിൽ നിൽക്കുകയാണ്. മനഃപൂർവ്വം കൽപ്പിച്ചാലും കൽപ്പിച്ചെങ്കിലും എല്ലാം അതവിടെ കാണും. പല കാര്യങ്ങളും അങ്ങനെയാണ്. ശരീരത്തിലുള്ള ദേഹബോധം ഞാൻ കൽപ്പിച്ചതൊന്നുമല്ല. ഞാൻ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ദേഹത്തിൽ ഞാനെന്നുള്ള ബോധം വന്നു എന്നാണ്. അത് ഞാൻ ബോധപൂർവം കൽപ്പിച്ചെടുത്താൽ എന്റെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ച ശരീരം ഉൾപ്പെടെയുള്ളത് ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയല്ല. പക്ഷെ ഇതെല്ലാം എന്താണ്? തുര്യനിൽ ആരോപിതങ്ങളാണ്, തുര്യന്റെ ഭാനങ്ങളാണ്, തുര്യനിൽ ഭാസിക്കുന്നതാണ്. അതാണ് കൽപ്പന എന്ന് പറയുന്നത്. എന്റെ ഇച്ഛ കൊണ്ട് ഞാൻ കൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ആ കൽപ്പിക്കപ്പെട്ടതോ അതാ തുര്യൻ തന്നെ. അത് വ്യക്തമായും പറയും. ആരോപിച്ചിരിക്കുന്ന ഒന്നും അതിൽ നിന്ന് അന്യമല്ല. രജ്ജുവിൽ നിന്ന് അന്യമായിട്ടൊരു സർപ്പത്തെ ആരോപിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രതീതി, ഒരു അനുഭവം അവിടെ നമുക്കുണ്ടാകുന്നു. അതുപോലെ ഇത്തരത്തിലൊരു പ്രതീതി തുര്യനിലുണ്ടാകുന്നു. ഈ പ്രതീതി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്വൈത ശിവ എന്നാണ് ഭാഷ്യകാരനെ പ്രത്യേകം പറയുകയാണ്. കൽപ്പനാവസ്ഥായാം അപി അദ്വൈത ശിവ. അതുകൊണ്ട് ബാഹ്യമായി നിങ്ങൾ പരിശ്രമിച്ച് ഈ കൽപ്പനകളെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആകാം. ഈ കൽപ്പനകളെയൊക്കെ നമുക്ക് അതിനെക്കുറിച്ചും അടുത്ത് പറയുന്നുണ്ട്. കൽപ്പനകളെ വേണമെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാം. പക്ഷെ അത് ഇവിടെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? ഈ കൽപ്പനകൾ പരമാർത്ഥമല്ലെങ്കിൽ പരമാർത്ഥമല്ലാത്ത ഒന്നിനെ എന്തിനും ഇല്ലാതാക്കാൻ ശ്രമിക്കണം. നമ്മളൊന്നിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം അത് ഉള്ളതെന്ന് കരുതണം. ഉള്ളതെന്ന് കരുതിയാൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ്? നമ്മുടെ മനസ്സിനെ, നമ്മുടെ വിചാരങ്ങളെ. ഇതെല്ലാം നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം എന്നെ ബന്ധിക്കുന്നതാണ്, ഇതെല്ലാം എനിക്ക് വിഘ്നങ്ങളാണെന്ന് കരുതുന്നുകൊണ്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഈ കൽപ്പനകൾ അതാ തുര്യൻ തന്നെയാണ്. തുര്യനിൽ നിന്നും അന്യമായി ഇവിടെ കൽപ്പനകളൊന്നുമില്ല. ആ തുര്യൻ തന്നെയാണെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമം, ശ്രമം കൊണ്ടേ അത് സാധ്യമാകും. ഇതിനെ വേണമെങ്കിൽ ഇല്ലാതാക്കാം. ഇതിനെല്ലാം നിരോധിച്ച് സമാധിയിലിരുന്നു കഴിഞ്ഞാൽ ഇതില്ലാതാകും. അല്ലെങ്കിൽ ഗാഠസുഷുപ്തിയിലേക്ക് പോയാൽ ഇതെല്ലാം ഇല്ലാതാകും. അതുകൊണ്ട് കാര്യമില്ല. അതിന് ഉദാഹരണമാണെന്ത്? ഇതിനില്ലാതായിട്ട് ഇതെല്ലാം ഇല്ലാതാകുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേട്ടമില്ല എന്നുള്ളതിന് തെളിവാണ് സുഷുപ്തി. സുഷുപ്തിയിൽ ഇതെല്ലാം ഇല്ലാതാകുന്നു. വീണ്ടും ഉണരുമ്പോൾ വീണ്ടും ഇതെല്ലാം വരുന്നു. അവിടെ ഇതാണ് സത്യം, ഇതുള്ളതാണെന്നുള്ള ബോധം. അതുകൊണ്ടാണ് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അതിലൊരാൾക്ക് കഴിയുമെങ്കിൽ ഇല്ലാതാക്കും. പക്ഷെ ഇവിടെ അതല്ല മുഖ്യമായി പറയുന്നത്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും
ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചാൽ പറയുന്നു അവിടെ അദ്വൈത ശിവ. അവൻ ആ തുരീയനിഷ്ഠൻ തന്നെ. അപ്പോൾ അവിടെ അന്തിമമായി വരേണ്ടത് എന്താണ്? ആത്മബോധമാണ്. ആത്മബോധമാണ് പ്രകാശിക്കേണ്ടത്. തത്വബോധമാണ് ഉള്ളിൽ സ്ഫുരിക്കേണ്ടത്. അത് എങ്ങനെ സാധിക്കും? പറഞ്ഞിരുന്ന കർമ്മണ, ഒരു കർമ്മം കൊണ്ട് സാധ്യമല്ല. ശാരീരികമായ കായികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമാണോ? സാധ്യമല്ല. മാനസികമായ അഭ്യാസങ്ങൾ കൊണ്ട് സാധ്യമാണോ? സമാധി പരിശീലനം പോലെയുള്ള സാധ്യമല്ല. അത് ഏതെങ്കിലും കർമ്മത്തിലുള്ള സാധ്യമല്ല. ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല കർമ്മം. മനസ്സുകൊണ്ട് ചെയ്യുന്നതും കർമ്മമാണ്. ഇത് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? ഇത് കർമ്മം കൊണ്ട് സാധ്യമല്ല. എന്നാലും നമ്മൾ മനസ്സുകൊണ്ട് ശ്രമിക്കുന്നു, മനസ്സുകൊണ്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായി ഇത് സാധിക്കാമെന്ന് കരുതുകയാണ്. ഇതൊരിക്കലും കർമ്മത്തിന്റെ ഫലമല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ഈ കൽപ്പനകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്വൈത ശിവ ആണെങ്കിൽ പിന്നെ ഇതിനുവേണ്ടി പരിശ്രമത്തിന്റെ ആവശ്യം തോന്നും. പരിശ്രമത്തിന്റെ ആവശ്യമില്ല. അപ്പൊ പിന്നെ ഈ കൽപ്പനകൾ എങ്ങനെ മാറും? ഈ കൽപ്പനകൾ മാറേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അടുത്ത് വ്യക്തമായി പറയും. ആ കൽപ്പനകളും പരമാർത്ഥം തന്നെ. പരമാർത്ഥത്തിന്റെ സ്ഫുരണമാണ് സർവവുമെങ്കിൽ പരമാർത്ഥത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതും ആ തുര്യൻ തന്നെ. അല്ല അവിടെ കൽപ്പനയിലൂടെ മറ്റെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ നമുക്ക് അദ്വൈതം എന്ന് പറയാൻ പറ്റത്തില്ല. കൽപ്പനകളുടെ സൃഷ്ടിയായി സംസാരവും തുര്യനും രണ്ടെണ്ണം ഉണ്ടെന്ന് വരും. അങ്ങനെ വരാൻ പാടില്ല. അദ്വൈതം എന്ന് പറയുകയും അതിൽ നിന്ന് വേറിട്ടൊരു കൽപ്പന, അത് ശരിയായില്ല. അദ്വൈതത്തിന് യോജിക്കുന്നതല്ല. അതുകൊണ്ട് എന്താണ്? അദ്വൈത കൽപ്പനാവസ്ഥയെന്നും അദ്വൈത ശിവമാണ്. പക്ഷേ വേറിട്ട് കാണുകയാണെങ്കിൽ എന്ത് വരുന്നു? കൽപ്പന അശിവമാണ്. കൽപ്പന അശിവം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ധരിക്കുന്നവരും പരമാർത്ഥം ഇതായിട്ടും ധരിക്കുന്നു. ബന്ധം സത്യമാണ്, അതുപോലെ സത്യമായ ഒരു മോക്ഷത്തെ എനിക്ക് പ്രാപിക്കണം, ഞാൻ ബദ്ധനാണ്, ഞാൻ സാധകനാണ്, മുമുക്ഷുവാണ്. ഈ തരത്തിൽ ഇവയിലെല്ലാം സത്യബോധം വന്നു കഴിഞ്ഞാൽ ഈ കൽപ്പനകളെല്ലാം അശിവമായി മാറും. അപ്പോൾ അവന് പരമാർത്ഥം ബോധിക്കത്തില്ല. അതുകൊണ്ടാണ്. അതല്ല വാസ്തവം. ലജ്ജ സർപ്പാധിപ ത്രാസാദി കാരുണ്യോ ഹിത്ത. കൽപ്പനകളെ സത്യമായി ബോധിച്ചാൽ എങ്ങനെയാണ് രജ്ജുസർപ്പം ഭയത്തിന് കാരണമായിത്തീരുന്നത്, അതുപോലെ ഈ സംസാരം ഒരുവന് ഭയത്തെ ഉണ്ടാക്കും. അവൻ സംസാരത്തെ ഭയക്കും. ത്രാസാദികൾ, രാഗദ്വേഷാദികൾ ഈ സംസാരം ഉണ്ടാക്കും, ഭയത്തെ ഉണ്ടാക്കും. അതിൽ നിന്ന് മോചിക്കണമെന്ന് ആഗ്രഹിക്കും. അതിനുവേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കും, പ്രയത്നിക്കും. അദ്വൈത അഭയ അത് ശൈവശിവ. അതുകൊണ്ടിവിടെ എന്താണ്? ആ അദ്വൈതത്തെ ബോധിപ്പിക്കുകയാണ്. തന്റെ സ്വരൂപമായിരിക്കുന്ന അദ്വൈത അത് അഭയരൂപമാണ്. അതിന്റെ കൽപ്പനകൾ അത് അദ്വൈതത്തിൽ നിന്ന് വേറെയല്ല. അതുകൊണ്ട് അതും അഭയസ്വരൂപമാണ്, അത് ശിവമാണ്, മംഗളമാണ് എന്നുള്ളത് ബോധിക്കുക. അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇവിടെ തത്വബോധത്തിനാണ് പ്രാധാന്യം. ആ തത്വബോധത്തിൽ നിന്ന് വേറിട്ട് മറ്റെന്തെങ്കിലും ഒരു അഭ്യാസത്തിന് ഇവിടെ യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അതാണ് മുഖ്യം. മുഖ്യമായ അതിന് നമുക്ക് കഴിയാതെ വന്നാൽ പിന്നെ അഭ്യാസങ്ങളാകാം. ഭാവി അസദ്ഭിരേവായം അദ്വയേന ച കൽപ്പിത ഭാവ അദ്വയേനൈവ തസ്മാത് അദ്വൈത ശിവ. നാത്മഭാവേന നാനേദം നസ്വേനാപി കഥഞ്ചന
ന പൃഥക് ന പൃഥക് കിഞ്ചിത് ഇതി തത്വവിദു വിദു കുതശ്ച അദ്വൈതാ ശിവ. ഇത് ഈ അദ്വൈത അതിനെങ്ങനെ വേണോ പറയാം. അതിനെ ശാന്തമെന്നോ, നേരത്തെ പറഞ്ഞത് ശാന്തം ശിവം അദ്വൈതം ആനന്ദമെന്നോ സച്ചിദാനന്ദമെന്നോ അതിനെല്ലാം വേണ്ടിയിട്ടാണ് ശിവ എന്നുള്ള ആ ശബ്ദം ഉപയോഗിക്കുന്നത്. ശിവം എന്ന് പറയുന്നത്. അപ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു എന്താണ്? ഭാവാപി അദ്വൈനൈവ. തുര്യനുള്ള ആരോപങ്ങളാണ്. ആരോപങ്ങളും ആ തുര്യൻ തന്നെ. ഇതാണ് പരമാർത്ഥം. പരമാർത്ഥം ബോധിക്കേണ്ട അതാണ്. അതുകൊണ്ടാണ് ഇവിടെ നിരോധിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഉത്പാദിപ്പിക്കാനൊന്നുമില്ല, നിരോധിക്കാനുമില്ല. അത് തന്നെ വിശദീകരിക്കുകയാണ്. നാനാഭൂതം പൃഥക്ത്വം അന്യസ്മാത് എത്ര ദുഷ്ടം തത്ര അശിവം ഭവേ. ഭേദം, അതാണ് പൃഥക്ത്വം എന്ന് പറയുന്നത്. ഇവിടെ നാനാത്വം നമ്മുടെ അനുഭവത്തിന് വിഷയമാണ്. ഈ അനുഭവം നമുക്കില്ല എന്നല്ല പറയുന്നത്. ഏകം എന്ന് പറയുമ്പോൾ ഇവിടെ നാനാത്വ അനുഭവം ഇല്ലെന്നല്ല. നാനാത്വ അനുഭവം ഉണ്ട്. എന്താണ്? അന്യസ്യ അന്യസ്മാ, ഒന്നിൽ നിന്നും വേറെ നമ്മൾ വേറിട്ട് കാണുന്നുണ്ട്. അദ്വൈതയാണ് ശിവ എന്നും പറഞ്ഞു, അദ്വൈതമാണ് പരമാർത്ഥം എന്നും പറഞ്ഞു. നാനാത്വം അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നാനാത്വം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കെ അദ്വൈതം സത്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നാനാത്വം അനുഭവപ്പെടുന്നത് നാനാത്വം അനുഭവപ്പെടുന്നില്ല എന്നല്ല അദ്വൈതത്തിന്റെ അർത്ഥം. അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാനാത്വം ഇതേ രൂപത്തിൽ സത്യമല്ല എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കിത് ഏത് രൂപത്തിലാണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ സത്യമല്ല. നഹി അത്ര അദ്വൈ പരമാർത്ഥ സത്യാത്മനി പ്രാണാദി സംസാരജാതമിതം ജഗത് ആത്മഭാവേന പരമാർത്ഥരൂപേണ നിരൂപ്യമാണം നാനാ വസ്തുന്തരഭൂതം ഭവതി. അദ്വൈതമായിരിക്കുന്ന പരമാർത്ഥമായിരിക്കുന്ന സത്യസ്വരൂപമായിരിക്കുന്ന ഈ ആത്മാവ് തന്നിൽ അനുഭവപ്പെടുന്നതാണ് പ്രാണാദി സംസാരജാതം. പ്രാണൻ എന്ന് പറയുമ്പോൾ മനസ്സിനെ അവിടെ എടുത്തോണം. പ്രാണനും മനസ്സുമെല്ലാം തന്നിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഏറ്റവും സ്പഷ്ടമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് തന്റെ മനസ്സ്. ചിന്തിക്കാതെ തന്നെ മനസ്സനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം മനസ്സ് ചിന്താരൂപത്തിൽ സദാ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു, നാനാരൂപത്തിൽ. അതെവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു? തന്നെ. താൻ പരമാർത്ഥമാണ്, സത്യമാണ്. എന്തുകൊണ്ട്? താൻ പരമാർത്ഥവും സത്യവുമായതുകൊണ്ടാണ് ഇവയ്ക്ക് നാനാരൂപത്തിൽ തന്നിൽ അനുഭവപ്പെടാൻ കഴിയുന്നത്. താൻ പരമാർത്ഥവും സത്യവും അല്ലെങ്കിൽ നാനാരൂപത്തിൽ ഇവയ്ക്ക് തന്നിൽ അനുഭവപ്പെടാൻ കഴിയത്തില്ല. ഇങ്ങനെ അനുഭവപ്പെട്ട് പ്രാണാദി സംസാരജാതമിതം ജഗത്, ഈ ജഗത്തിനെ ഒരാൾ ഈ നാനാരൂപത്തിലല്ല മനസ്സിലാക്കുന്നു. നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആത്മഭാവേന പരമാർത്ഥ രൂപേണ നിരൂപ്യമാണ്. അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അയാളെക്കുറിച്ച് പരമാർത്ഥത്തിൽ ബോധിക്കുന്നത് എന്താണ്? ആത്മഭാവത്തിലാണ്. തന്റെ തന്നെ ഭാവങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഏകനായിരിക്കുന്ന തന്റെ തന്നെ ഭാവങ്ങളായി കാണുമ്പോൾ ബാഹ്യമായി ഇത് പലതാണെങ്കിലും നാനാ വസ്തു അന്തരഭൂതം എന്ന ഭവതി, ഇത് നാനാ വസ്തുക്കളായി അയാൾക്ക് അനുഭവപ്പെടുന്നില്ല. വാസ്തവത്തിൽ നാനാത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണോ നമുക്ക് അത് അനുഭവപ്പെടുന്നത്, ആ നാനാത്വത്തിന്റെ രീതിയിൽ അയാൾക്ക്
അനുഭവപ്പെടുന്നില്ല. മറിച്ച് ആത്മഭാവേന പരമാർത്ഥ രൂപേണ, ആത്മഭാവത്തിൽ പരമാർത്ഥ രൂപത്തിൽ അനുഭവപ്പെടുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെ സംഭവിക്കും? സംശയം വരും. ഒന്ന് പറയുന്നു ഇത് നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നു, മറ്റൊന്ന് പറയുന്നു ഇത് പരമാർത്ഥ രൂപമാണ് എന്നും പറയുന്നു. അങ്ങനെ സംശയം വരുന്നത് എന്തുകൊണ്ട്? കാരണം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നാനാരൂപത്തിലാണ്. ആ നാനാരൂപത്തിലുള്ളതിന്റെ പരമാർത്ഥ രൂപം നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഒന്നേ അനുഭവപ്പെടുന്നുള്ളൂ, നാനാരൂപം. നാനാരൂപം അനുഭവപ്പെടുന്നു, നമ്മളത് സത്യമെന്ന് കരുതുന്നു. പക്ഷെ പരമാർത്ഥത്തിലെ നാനാരൂപമാണ്. അതിനെ ആ നാനാരൂപത്തെയും ആത്മഭാവത്തിൽ താനായിട്ട് തന്നെ പരമാർത്ഥമായിട്ട് തന്നെ കാണുന്നു എന്നാണ് ആ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നവൻ. അത് നല്ലൊരു ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നതാണ്. അത് കണ്ണാടിയിൽ കാണുന്നത് പോലെ വിശ്വത്തെ കണ്ണാടിയിൽ നാനാരൂപം ഉണ്ടെങ്കിലും കണ്ണാടിയിൽ ബാഹ്യവസ്തുക്കളുടെ പ്രതിബിംബം, ജഗത്തിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുമ്പോൾ ആ കണ്ണാടിയിൽ നാനാരൂപമാണ്. എങ്ങനെ ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും ഭൂമിയും വൃക്ഷങ്ങളും സർവവും ഒരു പ്രതലത്തിൽ നാനാരൂപത്തിൽ കാണുന്നുണ്ടെങ്കിലും അവിടെ ആ കണ്ണാടി, അതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ആ കണ്ണാടി അത് ഏകരൂപത്തിലാണ്. അത് നാനായില്ല. ഒന്നുകൂടി ചിന്തിച്ചാലോ, വാസ്തവത്തിൽ ഏകരൂപത്തിലിരിക്കുന്ന ആ കണ്ണാടി അല്ലാതെ അവിടെ നാനാരൂപങ്ങളില്ല. ആ കണ്ണാടിയിൽ നിന്ന് കണ്ണെടുത്ത് ബാഹ്യലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നാനാരൂപങ്ങൾ കാണാം. പക്ഷെ കണ്ണാടിയിൽ നോക്കിയാൽ അവിടെ ഏകരൂപമേ ഉള്ളൂ. അവിടുത്തെ നാനാരൂപങ്ങൾ വാസ്തവത്തിൽ കല്പിതമാണ്. അവിടെ നാനായില്ല, ഒന്നേ ഉള്ളൂ. ഏകമായ ശുദ്ധമായ ആ പ്രതലം മാത്രമേ ഉള്ളൂ. കണ്ണാടി എന്ന് പറയുന്ന പ്രതലം മാത്രമേ ഉള്ളൂ, വേറൊന്നും അവിടെ ഇല്ല. പിന്നെ കണ്ണാടിയിൽ കാണുന്ന നാനാരൂപമോ, ആകാശം, സൂര്യൻ, വൃക്ഷങ്ങൾ, ഈ നാനാരൂപം ബാഹ്യമായി കാണുന്ന നാനാരൂപമല്ല അവിടെയുള്ളത്. എന്നാൽ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. വാസ്തവമല്ലാതെ അനുഭവപ്പെടുന്നത് കൊണ്ട് അതിനെ എന്ത് പറയാം, അത് ആരോപിതമാണ്. കണ്ണാടിയിൽ ആരോപിതമാണ്. അപ്പൊ അവിടെ പരമാർത്ഥമായിരിക്കുന്ന എന്താണ്? കണ്ണാടിയാണ്. അതുപോലെയാണ് പറയുന്നത് എന്താണ്? നിജാന്തർഗതം. ഈ നാനാരൂപങ്ങൾ അന്തർഗതമാണ്. എന്നുവെച്ചാൽ എന്താണ്? തന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ്, തന്റെ ഉള്ളിൽ നിലനിൽക്കുന്നതാണ്. തന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് എന്തുകൊണ്ട് പറയുന്നു? ഈ ശരീരം, മനസ്സ്, ഇതിനെല്ലാം ആന്തരികമായിരിക്കുന്ന തുര്യന്റെ പ്രകാശം. ആ തുര്യന്റെ പ്രകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ നാനാരൂപങ്ങൾ. തുര്യന്റെ പ്രകാശത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണാടിയിൽ എങ്ങനെയാണോ, കണ്ണാടിക്കകത്ത് എന്നല്ലേ നമ്മൾ പറയുന്നത്, അവിടെ എങ്ങനെയാണോ വാസ്തവമല്ലാതെ ഭേദം അനുഭവപ്പെടുന്നത്, അത് ബോധിക്കാൻ എളുപ്പമാണ്. പരമാർത്ഥമല്ലാതെ അവിടെ ഭേദം അനുഭവപ്പെടുന്നുണ്ട്. ഭേദം അനുഭവപ്പെടുന്നുണ്ടെന്നാൽ പരമാർത്ഥമല്ല. അതുപോലെ അന്തർഗതമായി തത്വജ്ഞനിൽ ഇതും പ്രകാശിക്കാം. ബാഹ്യമായി ഇത് കാണുമ്പോൾ ഇത് ഭേദം സത്യമാണ് എന്നൊരജ്ഞന് തോന്നുമ്പോൾ, എന്തുകൊണ്ട് ഒരജ്ഞൻ ഇതിനെ ബാഹ്യമായി കാണുന്നു. ബാഹ്യമല്ലെങ്കിലും അവിടെ പറയുന്നത് എന്താണ്? ബഹിരിവ, പുറമേ ഉള്ളതുപോലെ ആണത്. അജ്ഞന്റെ അനുഭവം പുറമേ ഉള്ളതുപോലെ എന്നുള്ളതല്ല, പുറമേ നിന്നാണ്. കണ്ണാടിക്ക് പുറമേ കാണുന്ന വസ്തുക്കൾ സത്യം തന്നെയാണ്. അവിടെ നാനാത്വമുണ്ട്, ഒന്നിൽ നിന്നും മറ്റൊന്ന് ഭേദമാണ്. ഇവിടെ പറയുന്ന പൃഥഗ്ഭാവം വേറെ വേറെ തന്നെയാണ്. പക്ഷേ അതിന് ഒരുവൻ അന്തർഗതമായി അനുഭവപ്പെടുകയാണെങ്കിൽ അതാണ് പരമാർത്ഥം. ഇത് തുര്യന്റെ തന്നെ ഭാനമാണ് എന്നനുഭവപ്പെടുകയാണെങ്കിൽ അതിനാണ് അവിദ്യയെന്നും ചിത്തസ്പന്ദനം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നു? അവിടെ ശരിക്കും ബഹിരിവ, വാസ്തവത്തിൽ ഇത് പുറത്ത് എന്നതുപോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലാണ്. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നത്തിനും എല്ലാം പുറത്ത് എന്നുള്ളത് പോലെയാണ് അനുഭവപ്പെട്ടത്, പക്ഷെ ഉള്ളിലായി. അദൃശ്യങ്ങളെല്ലാം സ്വപ്നത്തിലെ ജാഗ്രത,
അത് കണ്ടുകൊണ്ടിരിക്കുകയെല്ലാം പുറത്താണ് അനുഭവപ്പെട്ടു, പുറത്ത് പോലെയല്ല. പക്ഷെ അതിന്റെ പരമാർത്ഥം ബോധിച്ചപ്പോൾ മനസ്സിലായി എന്താണ്, അത് പുറത്ത് പോലെയായിരുന്നു, പുറത്തല്ല. അജ്ഞൻ ബാഹ്യമായി സ്ഥൂലമായും ദീർഘമായും നാനാരൂപത്തിലും വെവ്വേറെയുമൊക്കെ അനുഭവപ്പെടുന്നത് പുറമേ എന്നാണ്. പക്ഷെ ഇതെന്താണ്, ബഹിരിവ, പുറമേ പോലെ എന്നാൽ അന്തർഗതമായി ഉള്ളിൽ സ്ഥിതി ചെയ്യുകയാണ്. ആ പരമാർത്ഥം തത്വജ്ഞാനിയെ ബോധിക്കുന്നുള്ളൂ. എന്താണ്, ഇത് അന്തർഗതമാണ്, ഉള്ളിലാണ്. ഈ ഉള്ള് പുറമേ എന്ന് പറയുന്നത് എന്തിനപേക്ഷിച്ച് പറയുന്നു? ശരീരം, മനസ്സ്, ബോധം എന്നാണ്. ഓരോന്നും ബാഹ്യമായ സ്ഥൂലങ്ങളെ അപേക്ഷിച്ച് ഉള്ളിൽ എന്ന് പറയുന്നു. സൂക്ഷ്മമായതുകൊണ്ട് ഉള്ളിലെന്ന് പറയുന്നു. തന്റെ ബോധത്തിൽ അത് മറ്റ് സ്ഥൂലമായ വസ്തുക്കളെ എല്ലാം അപേക്ഷിച്ച് ആന്തരമായി അനുഭവപ്പെടുന്നതുകൊണ്ട് ആ ബോധത്തിൽ ഇത് സ്ഫുരിക്കുന്നു. അതാണ് നിജാന്തർഗതം എന്ന് പറയുമ്പോൾ തുര്യനിൽ ഇത് പ്രകാശിക്കുന്നു എന്ന് കാണുമ്പോൾ എന്താണ്, ഇത് നാനാ വസ്തുന്തരഭൂതം നഭവതി. ഇത് നാനാരൂപത്തിൽ തുര്യനിൽ നിന്ന് അന്യമായി വസ്തുക്കളായി അനുഭവപ്പെടുന്നില്ല. കണ്ണാടിയിൽ നിന്നും അന്യമായി കണ്ണാടിയിലെ കാഴ്ചകൾക്ക് നിലനിൽപ്പില്ല. അതുപോലെ ഈ തുര്യ പ്രകാശത്തിൽ നിന്നും അന്യമായി നാനാ വസ്തുക്കൾക്ക് നിലനിൽപ്പില്ല. ഇതാണ് പരമാർത്ഥം. അങ്ങനെ കണ്ണാടിയിലെ കാഴ്ചയെ അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതൊരു ഉദാഹരണം മാത്രമാണ്. പക്ഷേ അന്തർഗതമായി അതിനാണ് പ്രാധാന്യം. നിജാന്തർഗതമായി ഇതിനെ മനസ്സിലാക്കണം. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അന്തർഗതമായി ഇതിനെ ബോധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ആണ് ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ നാനാത്വമില്ല, ഇവിടെ ബന്ധമോക്ഷങ്ങളില്ല, സാധകനും സാധനയും ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ആ ബോധത്തിൽ ഈ പ്രപഞ്ചത്തെ കാണുന്നവനാണ്. ഇപ്പോൾ തത്വജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും? അന്തർഗതമായി പ്രപഞ്ചത്തെ കാണുന്നു. ബാഹ്യമായി കാണുന്നതോ അത് ബഹിരിവ, പുറമേ ഉള്ളത് പോലെ, പുറമേ അല്ല. വാസ്തവത്തിൽ അകമെന്നോ പുറമോ, അകം പുറം എന്ന് വേർതിരിക്കാൻ വയ്യ. കാരണം പൃഥക് ഭാവങ്ങൾ ഇവിടെ പറയുന്നു. നാനാത്വം ഉള്ളിടത്തെ നമുക്ക് അകം പുറമൊന്ന് വേർതിരിക്കാൻ പറ്റും. എന്നാലും ശരീരത്തിന്റെ ഭാനം, പ്രാണന്മാരുടെ ഭാനം, ഇന്ദ്രിയങ്ങൾ, മനസ്സിന്റെ, ഇതിന്റെ എല്ലാം ഭാനങ്ങൾ ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് കൂടുതൽ സൂക്ഷ്മമായിരിക്കും. അതിനെ അപേക്ഷിച്ചാണ് അകവും പുറവും കൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെയും പറയാം ബഹിരിവ, അന്തരിവ, പുറമെന്നതുപോലെ ഉള്ളിലെന്നതുപോലെ ഈ നാനാഭാവങ്ങൾ, പൃഥഗ്ഭാവങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്തർഗതം എന്ന് പറയുമ്പോൾ എന്താണ്? തന്നിൽ. ആത്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? താൻ. തന്റെ ശുദ്ധസ്വരൂപത്തിൽ, തന്റെ വാസ്തവ സ്വരൂപത്തിൽ, തന്റെ ബോധപ്രകാശത്തിൽ ഇത് പ്രകാശിക്കുന്നതാണ്. ആ പ്രകാശ അനുഭവം, അതിനാണ് ഇവിടെ ആത്മബോധം, തുരീയസ്ഥിതി എന്നെല്ലാം പറയുന്നു. അതിൽ ആ ബോധത്തിൽ തന്നെ ഒരാൾ ബഹിർമുഖനായി വ്യവഹരിക്കുമ്പോൾ അവിടെ ഉള്ളും പുറവും എല്ലാം വരും, ഭേദവും അഭേദവും എല്ലാം വരാം. അതെല്ലാം ബാഹ്യ വ്യവഹാരത്തിൽ. ആന്തരികമായ അനുഭവത്തിൽ എന്താണ്? ഇവിടെ നാനാത്വം ഇല്ല. ന വസ്തുന്തരഭൂതം ഭൂതി. അതെങ്ങനെ ധരിക്കണം? ആത്മഭാവേന പരമാർത്ഥ രൂപേണ. ആത്മഭാവത്തിൽ അതിനെ ഗ്രഹിക്കുമ്പോൾ, അന്തർഗതമായി അതിനെ ഗ്രഹിക്കുമ്പോൾ ആ ഒരു വസ്തുതയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. യഥാ രജ്ജുസ്വരൂപേണ പ്രകാശേന നിരൂപ്യമാണോ നാനാഭൂത കൽപ്പിത സർപ്പവസ്തി തദ്വത്. ഇവിടെ രജ്ജു സർപ്പ ദൃഷ്ടാന്തമാണ് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമാണ് ദർപ്പണത്തിന്റെ ദൃഷ്ടാന്തം. അവിടെ എന്തുവരുന്നു? അവിടെ ആ ദൃശ്യത്തെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ദർപ്പണവും ആ ദർപ്പണത്തിന്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്ന ദൃശ്യങ്ങൾ ഏകമായിരുന്നിട്ട് തന്നെ അവിടെ നാനാത്വം അനുഭവപ്പെടുന്നു. ആ ദർപ്പണത്തിൽ തന്നെ നാനാദൃശ്യങ്ങൾ. അതേസമയം പരമാർത്ഥത്തിൽ അവിടെ ഏകമായ ദർപ്പണം മാത്രം, അന്യമായൊന്നുമില്ല.
അതുപോലെ ഇത് സംഭവിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ചോദ്യമേ വരാനുള്ളൂ, എന്തുകൊണ്ടതങ്ങനെ സംഭവിക്കുന്നു? ഏകമായ ദർപ്പണത്തിൽ എന്തുകൊണ്ട് നാനാ കാഴ്ചകൾ വരുന്നു? ഇവിടെ പറയാൻ എന്താണ്? ബാഹ്യമായൊരു പ്രപഞ്ചമുണ്ട്. ബാഹ്യമായൊരു പ്രപഞ്ചമുള്ളതുകൊണ്ടല്ലേ, സത്യമായൊരു പ്രപഞ്ചമുള്ളതുകൊണ്ടല്ലേ ദർപ്പണത്തിൽ നാനാ കാഴ്ചകൾ വരുന്നത്. അതുപോലെ ഇവിടെ ഈ തുര്യനിൽ ഈ കാഴ്ചകൾ ഇത് അസത്യമായി അനുഭവപ്പെടണമെങ്കിൽ അതിനെന്താ കാരണം? അതിന് സമാധാനം പറഞ്ഞു. എന്താണ്? പല സമാധാനങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം പറഞ്ഞു എന്താണ്? ദേവസ്യേഷ സ്വഭാവോയം. ഇതാ തുര്യന്റെ സ്വഭാവമാണ്. തുര്യന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ്? ഈ ദൃശ്യങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുക. പ്രഭു എന്ന് പറഞ്ഞ് സമർത്ഥനാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നതിന് ഈ തുര്യന് സാമർഥ്യവും ശേഷിയും. അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഈ ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നു. തദ്വത്, അതുപോലെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തത്വത്തെയാണ് ഇവിടെ ബോധിക്കേണ്ടത്. നാ വിശ്വേന പ്രാണാദ്യാത്മന ഇദം വിദ്യതേ കഥാചിതപി രജ്ജു സർപ്പവത് കൽപ്പിതത്വാദേവ. ഈ ദൃശ്യത്തിൽ എന്താണ്? അന്തർഗതമായിരിക്കുന്ന ഈ ദൃശ്യത്തെ, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദൃശ്യത്തെ പുറമേ ബാഹ്യമാക്കിയിട്ട് ബാഹ്യമായി കാണുകയാണെങ്കിൽ ഇത് പരമാർത്ഥമാണെന്ന് തോന്നും. ഇതാണ് സത്യമെന്ന് തോന്നും. എന്തുകൊണ്ട്? തന്റെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ ഇതിൽ ആരോപിക്കുന്നതുകൊണ്ടാണ്. അത് സത്യമായിട്ടല്ല. അതാണ് ജ്ഞാപി സ്വേന പ്രാണാദ്യാത്മന ഇതം വിദ്യതേ. പ്രാണരൂപത്തിൽ, ശരീരരൂപത്തിൽ, മനസ്സിന്റെ രൂപത്തിൽ ഇതൊന്നും സത്യമല്ല. ആ രൂപത്തിൽ ഇതിന് നിലനിൽപ്പില്ല. കഥാചിതപി രജ്ജുസർപ്പവത് കൽപ്പിതത്വാദേവ. രജ്ജുസർപ്പത്തെ പോലെ അത് കൽപ്പിതമായതുകൊണ്ട് കണ്ണാടി എന്താണ്? അത് സത്യമാണ്, ആപേക്ഷികമായി സത്യമെന്ന് പറയും. അത് കാണുന്ന ദൃശ്യങ്ങളോ, ദൃശ്യങ്ങൾ സത്യമല്ല. ആ ദൃശ്യങ്ങൾ മാറി മാറി വരാം, മാറി മാറി വന്നുകൊണ്ടിരിക്കാം. പക്ഷേ അതിനാധാരമായിരിക്കുന്നത് സത്യം. അപ്പൊ ദൃശ്യരൂപത്തിലെ സത്യമല്ല. കണ്ണാടിയിലെ പല സവിശേഷതകളെയും അതിൽ നമ്മൾ ആരോപിക്കുന്നു. കണ്ണാടി പ്രകാശം ഉണ്ട്, കണ്ണാടിയുടെ സ്വഭാവമാണ് പ്രകാശിക്കുക. ആ പ്രകാശത്തെ നമ്മൾ അതിനാരോപിച്ചിട്ട് വസ്തുക്കളും പ്രകാശിക്കുന്നതായി പറയും. അതുപോലെ തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഈ ദൃശ്യങ്ങൾ, തന്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഈ തുര്യനിൽ, തുര്യന്റെ സ്വഭാവമായിരിക്കുന്ന ഈ ദൃശ്യങ്ങളെ ഈ മനസ്സ്, കർണം ഇവയുടെയൊക്കെ സഹായത്തോടുകൂടി, അതും ആ ദൃശ്യത്തിൽപ്പെടുന്നതാണ്. പക്ഷെ അവയുടെ സഹായത്തോടുകൂടി ഇതിനെ പുറമേ എന്നുള്ളതുപോലെ കൽപ്പിച്ചിട്ട് അത് സത്യമാണെന്ന് കരുതുന്നു. വാസ്തവത്തിൽ എന്താണോ ഈ തുര്യൻ അതിൽ ആരോപിച്ചിട്ടുള്ള സത്യമേ അതിനുള്ളൂ. പരമാർത്ഥമായി അതിന് വേറിട്ടൊരു നിലനിൽപ്പ്, ഉണ്മ, സത്യത്വം ഇല്ല. തഥാ അന്യോന്യം ന പൃഥക് പ്രാണാദി വസ്തു യഥാശ്വാത്മൈഷ പൃഥക് വിദ്യതേവ. പുറമേ നമ്മളിവിടെ കാണുമ്പോൾ പല വസ്തുക്കളും വേറെ വേറെ കാണും. അശ്വാത്മഹിഷ, കുതിര വേറെ, ആള വേറെ, പശു വേറെ, ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്നു. ബാഹ്യമായി ഭേദം നിലനിൽക്കുന്നുണ്ട്, ബാഹ്യമായിട്ട്. പരമാർത്ഥത്തിലോ ഇതിൽ ഭേദമില്ല. എന്തുകൊണ്ട്? ഇതിന് രണ്ടാധാരമില്ല, ഒന്നേ ഉള്ളൂ. തുര്യൻ ഏകനായിരിക്കുന്ന ആ തുര്യന്റെ പ്രകാശത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ഏകമായിരിക്കുന്നത് പലതാകാമോ? ആകാം. അതിനാണ് മായ എന്ന് പറയുന്നത്, അവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടതങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാണാദി വസ്തുക്കൾ, ഞാൻ നീ എന്ന് പറയുന്ന ഭേദം, ഇതൊന്നും പരമാർത്ഥമല്ല. അതോ അസത്വ അപൃഥക് വിദ്യതേ അന്യോന്യം പരേണവ കിഞ്ചിതപി. അതുകൊണ്ട് ആ പൃഥക് വേറിട്ട് ഇവിടെ ഒന്നില്ല. വേറിട്ടെന്ന് വെച്ചാൽ ബാഹ്യമായ ഭേദങ്ങളില്ലെന്ന് മാത്രമല്ല, പരേണവ ഈ തുര്യനിൽ നിന്ന് വേറിട്ടുമില്ല. കണ്ണാടിയിൽ നിന്ന് വേറിട്ട് അതിൽ ഒരു കാഴ്ചയും നിലനിൽക്കാത്തതുപോലെ ഈ തുര്യ പ്രകാശത്തിൽ നിന്ന് വേറിട്ട്
വേറൊരു പ്രകാശമില്ല. ആ തുര്യന്റെ ഉണ്മയിൽ നിന്ന് വേറിട്ട് വേറൊരു ഉണ്മയില്ല. ആ തുര്യന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിൽ നിന്ന് വേറിട്ട് വേറൊരു ആനന്ദമില്ല. അതുതന്നെയാണ് കിഞ്ചിതപി ഒന്നും തന്നെ ഇല്ല. ഏവം പരമാർത്ഥ തത്വവിദഃ ബ്രാഹ്മണാഹ വിദുഃ. ഈ പരമാർത്ഥ തത്വത്തെ ബോധിക്കുന്നവൻ ആണ് ബ്രാഹ്മണൻ. ഈ പരമാർത്ഥത്തെ അറിയുന്നവൻ, ആ പരമാർത്ഥ തത്വത്തെ ബോധിക്കുന്നവരായ ബ്രാഹ്മണൻ, ആത്മബോധമുള്ളവർ, അവർ ഇതിനെ അറിയുന്നു, അവർ ഇത് ബോധിക്കുന്നു. അതോ അശിവഹേതുത്വ അഭാവ അദ്വൈത ഏവ ശിവ ഇത്യഭിപ്രായ. അതുകൊണ്ട് അശിവത്തിന്, അമംഗളത്തിന് എന്ന് പറയുന്ന ഈ സംസാരം, അതിനാണ് നമ്മൾ അമംഗളം എന്ന് പറയുന്നത്. അതിനൊരു കാരണമേ ഇവിടെ ഇല്ല എന്നർത്ഥം. നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞാൽ ഈ കൽപ്പനകളാണ്. പക്ഷേ ആ കൽപ്പനകളും ആ പരമാർത്ഥത്തിൽ നിന്ന് വേറിട്ടല്ല. എന്ത് കൽപ്പനയായാലും ശരി, ബന്ധത്തെക്കുറിച്ചുള്ള കൽപ്പനയായാലും ശരി, മോക്ഷത്തെക്കുറിച്ചുള്ള കൽപ്പനയായാലും ശരി, മുക്തനെ കുറിച്ചുള്ള കൽപ്പനകളായാലും ശരി, അതൊന്നും ആ തുര്യനിൽ നിന്നും വേറിട്ടല്ല. അങ്ങനെ നോക്കുമ്പോൾ, പരമാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അശിവഹേതുത്വ അഭാവ, അശിവം എന്ന് പറയുന്നതിനൊരു ഹേതുവില്ല. ഇവിടെ സംസാരത്തിലൂടെ ഹേതുവില്ല. നിവർത്തിക്കേണ്ടതായ ഒരു സംസാരമില്ല. അതാണല്ലോ, നിരോധിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. നിരോധിക്കാൻ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ അടക്കി, മനസ്സിനെ നിരോധിച്ച് പിന്നെ സാക്ഷാത്കരിക്കേണ്ട ഏതാണുള്ളത്? അങ്ങനെ സാക്ഷാത്കരിക്കേണ്ട ഒന്നുമില്ല. അപ്പൊ ചിലർ പറയും, പിന്നെ മനസ്സിനെ അടക്കി സമാധിയിലിരുന്ന് തന്നെ ഇതിനെ സാക്ഷാത്കരിക്കണമെന്ന് പറയും. ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണം. ചെയ്യുന്നുണ്ട് ദോഷമില്ല. കാരണം അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഒരാൾ സമാധിയെ അനുഭവിച്ചതിന് ശേഷം അല്ലല്ലോ സമാധിക്ക് വേണ്ടി ശ്രമിക്കുന്നത്. സമാധിയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ്. കേട്ടറിയുമ്പോൾ അയാളുടെ മനസ്സിൽ വരുന്നു, സമാധി കൊണ്ടേ ഇത് സാധ്യമാകൂ, എന്നുവെച്ചാൽ ഇതിനെല്ലാം നിരോധിക്കണം, എന്നാലേ സാധ്യമാകൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാൻ തെറ്റില്ല. അയാളുടെ വാസന, അയാളുടെ സംസ്കാരം അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തേ മതിയാവും. അല്ലാതെ അയാൾക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ വേറെ വഴിയില്ല. ഇവിടെ പറയുന്നത് എന്താണ്? അശിവഹേതുത്വ അഭാവ. ഇവിടെ അശിവഹേതുക്കളൊന്നും തന്നെ ഇല്ല. ഇവിടെ നിവർത്തിക്കാനായിട്ടൊരു സംസാരമില്ല. സർവവും എന്താണ്? ആ തുര്യന്റെ കൽപ്പനയാണ്. ആ കൽപ്പനകളോ ആ തുര്യനിൽ നിന്ന് അന്യമല്ല. ഇതാണ് പരമാർത്ഥം. അങ്ങനെയാണെങ്കിൽ അദ്വൈത ഏവ ശിവ, ഈ കൽപ്പനാവസ്ഥയിലും അദ്വൈത തന്നെയാണ് എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. നാത്മഭാവേന നാനേദം നസ്വേനാപി കഥഞ്ജന ന പൃഥക് നാ പൃഥക് കിഞ്ചിത് ഇതി തത്വവിദോ വിദു വീതരാഗഭയക്രോധൈർ അന്യഭിർവേദപാരകൈ നിർവികൽപ്പോ ഹ്യയം ദൃഷ്ട പ്രപഞ്ചോപശമുദ്വയ തദേത് സമ്യക് ദർശനം സ്തൂയതേ. ഇതിനെ വിളിക്കുന്ന എന്താണോ? സമ്യക് ദർശനം എന്നാണ്. സമ്യക്കായിട്ടുള്ള ബോധം, അതാണ്. അതാണ് ഇവിടെ ഇതുവരെ പറഞ്ഞത്. ആ സമ്യക് ദർശനത്തിന്റെ മഹത്വത്തെ പറയുന്നു. എന്തിനാ? സമ്യക് ദർശനമാണ് ശ്രേഷ്ഠം എന്ന് മനസ്സിലായാലേ, ആ സമ്യക് ദർശനമാണ് പരമാർത്ഥം എന്ന് മനസ്സിലായാലേ ഈ ജീവന്മാര് മറ്റ് പരിശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ സമ്യക് ദർശനത്തിലെത്തിച്ചേർത്തത്. അല്ലെങ്കിൽ അയാൾ മറ്റ് നാനാ പരിശ്രമങ്ങളിൽ മുഴുകിയിരിക്കും. ഈ സത്യാനുഭവം ഉണ്ടാകത്തുമില്ല.
വിഗതരാഗഭായ ദ്വേഷക്രോധാദി സർവദോഷൈഹി സർവദാ മുനിഭിർ മനനശീലൈഹി വിവേകിഭിः രാഗഭയദ്വേഷക്രോധാദി സർവദോഷങ്ങളിൽ നിന്ന് മുക്തരായവർ. ഈ സർവദോഷങ്ങളിൽ നിന്നുമുള്ള രാഗദ്വേഷാദി ദോഷങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം അത് ഈ സമ്യക് ദർശനം കൊണ്ടേ സാധ്യമാകും. മറ്റേതെങ്കിലും തരത്തിൽ ഈ ദോഷങ്ങളെ ദൂരീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും പല പല ദോഷങ്ങളും അലട്ടിക്കൊണ്ടേയിരിക്കും. മനസ്സിൽ നിന്ന് രാഗദ്വേഷങ്ങളും ഇല്ലാതാക്കാൻ ഒരാൾ ശ്രമിക്കുന്നിരിക്കട്ടെ, അത് രാവണന്റെ തല പോലെയാണ്. അതിനെ ഛേദിക്കും തോറും അത് വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മനസ്സിൽ നിന്നും രാഗദ്വേഷങ്ങളെ ഒരു ജീവനും മാറ്റാൻ സാധ്യമേ അല്ല. ജീവനായിരിക്കെ ജീവഭാവത്തിലിരിക്കെ ആരുടെ മനസ്സിൽ നിന്നും രാഗദ്വേഷങ്ങൾ പോകത്തില്ല. അങ്ങനെ അതെല്ലാം പോയ ഒരു സ്ഥലം നമുക്ക് സ്വപ്നം കാണാം, ഭാവനയിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതിന് മാറ്റാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് മനസ്സിന്റെ സ്വഭാവമാണ്. ഒരു വസ്തു നിലനിൽക്കെ ആ വസ്തുവിന്റെ സ്വഭാവത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ അഗ്നി നിലനിൽക്കെ അതിലൊന്ന് ഉഷ്ണതയെ മാറ്റുക എന്ന് പറയും പോലെയാണ്. ആ രീതിയിൽ അത് സാധ്യമല്ല. ഇനി ഒരാളങ്ങനെ ശ്രമിച്ചാലോ അയാൾക്ക് ഭയം വരും. എന്താണ് ഇത് പോയാലും ഇതിന്റെ സംസ്കാരം കാണും, ഇതിന്റെ വാസനകൾ കാണും, വീണ്ടും അത് വരും. അതിനെപ്പോഴും ഭയക്കേണ്ടി വരും. അതിന് ഭയന്നേ അതിനെ ശുദ്ധീകരിക്കാൻ പറ്റും. പക്ഷേ സമ്യക് ദർശനം അങ്ങനെയല്ല. സമ്യക് ദർശനം എന്ത് ചെയ്യുന്നു? അത് ഈ ഭയ ദ്വേഷ ക്രോധാദികളെ ദൂരീകരിക്കുന്നു. ആ ദർശനത്തിൽ ഇതില്ലാതായിത്തീരുന്നു. അത്രയേ ഉള്ളൂ. ആ ദർശനത്തിൽ എങ്ങനെയാണോ ശരീരം, പ്രാണൻ, മനസ്സ്, പ്രപഞ്ചം എല്ലാം ഇല്ലാതായിത്തീരുന്നത്, ഇതൊന്നും സത്യമല്ലാതായിത്തീരുന്നത്, ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നത്, അതുപോലെ അതാണ് ഇതില്ലാതാകുക എന്ന് പറഞ്ഞാൽ. നിരോധിച്ചില്ലാതാക്കുക, നിരോധിച്ചില്ലാതാക്കിയ വീണ്ടും വരും. അങ്ങനെയുള്ള മുനിഭി അത് പറയുന്നു മനനശീലൈഹി. മുനി എന്ന് വെച്ചാൽ മനനം ചെയ്തു. ഈ തത്വത്തെ ബോധിക്കണമല്ലോ. ഈ തത്വത്തെ ബോധിക്കണമെങ്കിൽ അതിന് മനനം വേണ്ടി വരും. തത്വജ്ഞാനികളായിട്ടല്ലല്ലോ ജനിക്കുന്നത്. ജനിക്കുമ്പോൾ അവിവേകത്തോടുകൂടി ജനിക്കുന്നു. ആ തത്വത്തെ ശ്രവിക്കുന്നു, തത്വത്തെ മനനം ചെയ്യുന്നു. പരമാർത്ഥത്തെ എന്തെങ്കിലും ശ്രവിച്ചാൽ പോരാ, എന്തെങ്കിലും മനനം ചെയ്താലും പോരാ. വിവേകിഭി, അങ്ങനെയുള്ള വിവേകികൾ ഇവിടെ പറയുന്ന തരത്തിൽ തുര്യനെ ബോധിച്ചവരാണ് വിവേകികൾ. ഇവിടെ പറയുന്ന തരത്തിൽ ആ തുര്യനെ മനനം ചെയ്തവനാണ് വിവേകി. അവനിൽ ഈ പ്രപഞ്ചമേ നിലനിൽക്കുന്നില്ല. പ്രപഞ്ചമില്ലെങ്കിൽ ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്ന ഈ മനസ്സിന്റെ ഒരു ചെറിയ അംശമായിരിക്കുന്ന രാഗദ്വേഷാദികളും ഭയക്രോധാദികളും എങ്ങനെ നിലനിൽക്കും? അത് നിലനിൽക്കത്തില്ല എന്നർത്ഥം. വേദപാരഗൈഹി, വേദത്തിന്റെ മറുകര കണ്ടവർ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് സത്യത്തെ ഗ്രഹിച്ചവർ. ഉപനിഷത്ത് ആണ് ഈ തത്വത്തെ ബോധിപ്പിക്കുന്നത്. അവഗത വേദാർത്ഥ തത്വജ്ഞാനിഭി, വേദാർത്ഥ തത്വജ്ഞാനത്തെ ബോധിച്ചവർ, അതാണ് വേദപാരഗൈ എന്ന് പറഞ്ഞത്. അവരെന്ത് ചെയ്യുന്നു? നിർവികൽപ സർവവികൽപശൂന്യോ അയമാത്മാ ദഷ്ടബോധം. അവരാണ് നിർവികൽപ്പത്തെ ബോധിച്ചിരിക്കുന്നത്. നിർവികൽപ്പം എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന സമാധിയാണ്. ഇവിടെ സമാധിയെക്കുറിച്ചെല്ലാം നിർവികൽപ്പം എന്ന് പറയുന്നു. സമാധിയിലും നിർവികൽപ്പം ഇല്ലെന്നല്ല പറയുന്നത്. സമാധിയിലും സവികൽപ്പം നിർവികൽപ്പം എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. വേണമെങ്കിൽ അതും ആകാം. ഒരാളെ മനസ്സിൽ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ദൃഢസംസ്കാരം ഇരിക്കുകയാണ്. ആ നിർവികൽപ്പ സമാധി അതിലെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുന്നുണ്ടെങ്കിൽ അതാകാം, വിരോധമൊന്നുമില്ല. ഇവിടെ നിർവികൽപ്പം എന്ന് പറയുന്നത് എന്താണ്? അയം ആത്മാ, ആത്മാവാണ് നിർവികൽപ്പം.
നിങ്ങളുടെ അഭ്യാസം കൊണ്ട് നിങ്ങൾ പ്രാപിക്കുന്ന മനസ്സിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥയല്ല നിർവികൽപ്പം എന്ന് പറയുന്നത്, നമ്മുടെ പ്രതീക്ഷയിലുള്ള. അല്ലെങ്കിൽ നിർവികൽപ്പം എന്ന് പറയുന്നത് സാർത്ഥകമാകുന്നത് എങ്ങനെയാണ്? ആത്മാ സർവവികൽപ്പശൂന്യോ അയമാത്മാ, സർവവികൽപ്പശൂന്യമായിരിക്കുന്ന ഈ ആത്മാവ്, ആരോപിതമായിരിക്കുന്ന വേണ വികല്പം എന്ന് പറയുന്നു. ഈ ആരോപിതങ്ങളായിരിക്കുന്ന ഈ ധർമ്മങ്ങൾ ധർമ്മശൂന്യമായിരിക്കുന്നു ആത്മാവ്. അതിന്റെ ആ ധർമ്മശൂന്യതയൊക്കെ മുമ്പ് പറഞ്ഞ രീതി മനസ്സിലാക്കണം. അല്ല നമ്മുടെ ഭാവനയിലുള്ള ശൂന്യതയെന്നും കൂടെ ധരിക്കരുത്. ആ തുര്യനിൽ സർവവും ആരോപിതമാണ്. അതുകൊണ്ട് ആ തുര്യനിൽ നിന്ന് അന്യമായി ഒരു ആരോപണങ്ങളും നിലനിൽക്കുന്ന ആ രീതിയിൽ നിലനിൽക്കുന്നില്ല. ആ രീതിയിൽ സർവവികൽപ്പശൂന്യമാണ് തുര്യൻ, താൻ ആത്മാവ്. അങ്ങനെയുള്ള ആത്മാവ് ദുഷ്ടോപലബ്ധ, ആത്മാവ് ദുഷ്ടമായിരിക്കുന്നു, അപരോക്ഷമായിരിക്കുന്നു, ഉപലബ്ധമായിരിക്കുന്നു, ആ തുര്യന്റെ അധിഗമം പ്രാപിക്കുന്നു എന്നെല്ലാം മുമ്പ് പറഞ്ഞു. വേദാന്ത അർത്ഥതത്പരേഹി, വേദാന്ത അർത്ഥതത്പരന്മാർക്ക് മറ്റേതെങ്കിലും കാര്യത്തിൽ താല്പര്യം ഉണ്ടായപ്പോൾ ഉപനിഷത്ത് അർത്ഥത്തിൽ താല്പര്യം വേണം. അതിൽ തത്പരതയുള്ളവർക്ക് തത്പരായണാഹ തന്നിഷ്ഠ എന്നെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്കിത് അനുഭവവേദ്യമായിരിക്കുന്നു. ദുഷ്ടം എന്ന് വെച്ചാൽ അത് പ്രത്യക്ഷമായിരിക്കുന്നവർ. അവർ തുര്യനായി തന്നെ നിൽക്കുന്നു. അവർ തുര്യനെ കാണുന്നവരല്ല, തുര്യനെ മാറി നിന്ന് കാണാൻ മറ്റൊരാളില്ല. തുര്യനായി തന്നെ നിന്ന് പ്രകാശിക്കുന്നു, തുര്യ ബോധമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. പ്രപഞ്ചോപശമ, പ്രപഞ്ചോ ദ്വൈതഭേദ വിസ്താര തത്സ്യുപശമ ഭാവോ യസ്മിൻ ആത്മാ പ്രപഞ്ചോപശമ അതേവ അദ്വയം. അവർ ദർശിക്കുന്ന എന്താണ്? പ്രപഞ്ച ഉപശമമായ ആത്മാവിനെ, സ്വരൂപത്തെ, തന്റെ സ്വരൂപത്തെ. പ്രപഞ്ചം ദ്വൈതഭേദ വിസ്താര, ആന്തരികവും ബാഹ്യവുമായും അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം, മനസ്സിൽ തുടങ്ങുന്ന ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ അഭാവം യസ്മിൻ സ ആത്മാ, ഈ പ്രപഞ്ചം പരമാർത്ഥത്തിൽ നിലനിൽക്കാത്ത സ്ഥാനം, അതാണ് തന്റെ സ്വരൂപം. അതാണ് പ്രപഞ്ച ഉപശമം എന്ന് പറയുന്നത്. അല്ലാതെ പ്രപഞ്ച ഉപശമം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമെല്ലാം വിലയിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോവുക, ഉറക്കത്തിലെ പോലെ അല്ലെങ്കിൽ സമാധിയിലെ പോലെ, അങ്ങനെയല്ല പറയുന്നു. പ്രപഞ്ച ഉപശമം എന്ന് പറഞ്ഞാൽ ആ തുര്യൻ തന്നെ. അതേവ അദ്വൈഹ, അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ അദ്വൈതനായിരിക്കുന്നു എന്നർത്ഥം. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പ്രപഞ്ചം ഒരിക്കലും അദ്വൈതത്തിന് തടസ്സമല്ല. കാരണം തുര്യന്റെ ഭാനമാണ് ഈ പ്രപഞ്ചമെങ്കിൽ അത് തുര്യനിൽ നിന്ന് പ്രപഞ്ചം വേറെയല്ലെങ്കിൽ ഈ പ്രപഞ്ചം കൊണ്ട് ദ്വൈതം സംഭവിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? അദ്വൈതനാണ്. അപ്പൊ ഈ തുര്യൻ സദാ പ്രപഞ്ച ഉപശമനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ജീവന് ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ലയോ എന്നുള്ള വ്യത്യാസമാണ്, എന്നുള്ളൊരു കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങുന്നു അതോ ഉണർന്നിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം. നിങ്ങൾ ഉറങ്ങിയാൽ നിങ്ങൾക്ക് പ്രപഞ്ചമില്ല, ഉണർന്നിരുന്നാൽ പ്രപഞ്ചമുണ്ട്. തുര്യൻ നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും തുര്യനായി തന്നെ സ്ഥിതി ചെയ്യുന്നു, പ്രപഞ്ചോപശമനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അത് ഉറക്കത്തെയോ ഉണർവിനെയോ ആശ്രയിച്ചിട്ടല്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ നിരോധിക്കുന്നോ, ഇതിനെ ആശ്രയിച്ചിട്ടല്ല പ്രപഞ്ചവശം. പ്രപഞ്ചവശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നത് തുര്യൻ തന്നെയാണ്, അതിന്റെ സ്വരൂപം തന്നെയാണ്, അദ്വയം ആയിരിക്കുന്നു. വിഗത ദോഷൈരേവ പണ്ഡിതൈഹി വേദാന്താർത്ഥ തത്പരൈഹി സന്യാസിഭിഃ പരമാത്മാ ദ്രഷ്ടും ശക്യോനാന്യൈഹി രാഗാദി കലുഷിത ചേതോഭിഃ സ്വപക്ഷപാതി ദർശനൈഹി താർക്കികാദിഭിരിത്യഭിപ്രായഃ. വിഗത ദോഷൈരേവ പണ്ഡിതൈഹി, ഇവിടെ ദോഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പറയുന്നത്, ഇത് ഭാഷ്യകാരൻ പറയുന്നത്
രാഗദ്വേഷങ്ങളെന്ന് പറയുന്നത് മറ്റു വിഷയങ്ങളോടുള്ള രാഗദ്വേഷങ്ങളല്ല. അതല്ല മുഖ്യം. അതെല്ലാം വരെ തുച്ഛമായ കാര്യങ്ങളാണ്. തത്വചിന്തയിൽ അതിനൊന്നും വലിയ പ്രസക്തിയില്ല. അതിനിവിടെ ഒരു വലിയ ശത്രുവായി കണ്ട് അതിനെ അവിടെ യുദ്ധം ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നു. ഇവിടെ ചിന്തയിൽ വരുന്ന ദോഷങ്ങളാണ് മുഖ്യം, രാഗദ്വേഷങ്ങളെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ തന്റെ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്നത് അജ്ഞന്മാര്, പാമരന്മാരായിരിക്കുന്ന വിഷയലോലുപരായിരിക്കുന്ന മനുഷ്യരല്ല. അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരാണ് ഈ വിഷയങ്ങളിൽ മുഴുകി കഴിയുന്നത്. അവരുടെ രാഗദ്വേഷങ്ങളൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ എന്താണ് ചിന്തയിൽ രാഗദ്വേഷങ്ങൾ വരുന്നത് എന്ന് വെച്ചാൽ ആത്മാവിനെ കുറിച്ചോ അനാത്മാവിനെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നത്. അവരുടെ രാഗദ്വേഷങ്ങളാണ് ഇവിടെ വലിയ ദോഷമായിരിക്കുന്നത്. അവരെന്ത് കരുതുന്നു? ഇന്നതാണ് സത്യമെന്ന് കരുതുന്നു. ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നു. പരമാർത്ഥത്തെ ബോധിക്കാതെ അവർ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തെ അവർ നിഷേധിക്കുന്നു. അവർ കരുതുന്നു ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് ശരി, ഞങ്ങൾ പ്രവർത്തിക്കുന്ന മാർഗമാണ് ശരി, ഞങ്ങൾ ഈ മാർഗത്തിലൂടെ തന്നെ പ്രവർത്തിക്കും. ദുരാഗ്രഹം. ആരെന്തുപദേശിച്ചാലും ശരി, ഏത് ശ്രുതി പറഞ്ഞാലും ശരി, ഏത് ആചാര്യം പറഞ്ഞാലും ശരി, ഞാൻ ധരിച്ചതാണ് ശരി, ഇങ്ങനെ കരുതുന്നവർ സ്വപക്ഷപാതി ദർശനേഹി താർക്കികാദിഭി. സ്വപക്ഷപാതികളായ കേവലം ദുരാഗ്രഹം കൊണ്ട്, കേവലം സ്വപക്ഷപാതം കൊണ്ട് സത്യത്തെ ഗ്രഹിക്കാതിരിക്കുന്നവർ, സത്യത്തെ അന്വേഷിക്കുന്നവർ, അവരുടെ രാഗദ്വേഷങ്ങളെന്ന് പറയുന്നത് എവിടെയാണ്? അവർ ഈ ലൗകികമായ രാഗദ്വേഷങ്ങളല്ല അവരെ സംബന്ധിച്ച വിഷയം. അവരുടെ ചിന്താപരമായ രാഗദ്വേഷങ്ങളാണ്. സത്യത്തെ അന്വേഷിക്കുന്ന മാർഗങ്ങളിൽ വന്ന രാഗദ്വേഷങ്ങളാണ്. തന്റെ മാർഗത്തോട് രാഗവും അന്യമാർഗങ്ങളോടെല്ലാം ദ്വേഷവും. അവർ എന്താണ്? രാഗാദി കലുഷിത ചെയ്തോ ബഹി. അവരുടെ മനസ്സ് രാഗാദികൾ കൊണ്ട്, ഈ തത്വഗ്രഹണത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ വന്ന രാഗദ്വേഷാദികൾ കൊണ്ട് കലുഷിതമാണ്. അല്ലാതെ ഈ ഇത്രയും തുര്യൻ എന്ന് പറയുന്ന ഒരു തത്വം, ആ തത്വത്തിന്റെ വാസ്തവസ്ഥിതി തുടങ്ങിയ അതിഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ വെറും സാധാരണ മനുഷ്യന്റെ രാഗദ്വേഷങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ആ രാഗദ്വേഷങ്ങളോടുകൂടിയിരിക്കുന്ന മനസ്സിൽ ഒരിക്കലും ഇതിനൊന്നൊരു സ്ഥാനമില്ല. ഇതൊന്നും അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് വേണ്ടി പറയുന്നതോ ചർച്ച ചെയ്യുന്നതോ അല്ല. അതിൽ നിന്ന് തന്നെ അത്തരം രാഗദ്വേഷങ്ങളിൽ നിന്നെല്ലാം മാറി തത്വത്തെ അറിയാൻ ശ്രമിക്കുന്നവൻ, പരമാർത്ഥത്തെ സാക്ഷാത്കരിക്കാൻ ഇവിടെ പറയുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നവന്റെ മനസ്സിലുണ്ട് രാഗദ്വേഷം. അത് ഈ തത്വത്തെ അവലംബിച്ച് വരുന്ന രാഗദ്വേഷങ്ങളാണ്. അതാണ് താർക്കിക യുക്തിവാദികളും മറ്റും. അവർക്കിതൊരിക്കലും ഗ്രഹിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖ്യമായി വരുന്നത് എന്താണ്? ശ്രുതിയെ അവലംബിച്ചുകൊണ്ട് ആത്മനിഷ്ഠമായ മനനം കൊണ്ട് ഈ തത്വത്തെ ഗ്രഹിക്കണം. അത് ആചാര്യനും ശ്രുതിയും നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ അവർ പ്രപഞ്ച ഉപശമരൂപത്തിലുള്ള അദ്വൈനായിരിക്കുന്ന ഈ നിർവികൽപ്പനായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ, ആത്മാവിനെ അവർ ദർശിച്ചിരിക്കുന്നു, അവർ ദർശിക്കുന്നു എന്നാണ്. വീതരാഗഭയക്രോധൈർ മുനിഭിർവേദപാരകൈ നിർവികൽപോ ഹ്യയം ദൃഷ്ടഃ പ്രപഞ്ചോപശമോദ്വയ തസ്മാദേവം വിദിത്വൈനം അദ്വൈതേയോദയ സ്മൃതിം അദ്വൈതം സമനുപ്രാപ്യ ജഡവദ്ലോകമാചരേത് യസ്മാത് സർവ അനർത്ഥപ്രശമരൂപത്വാത് അദ്വയം ശിവം അഭയം അത ഏവം വിദിത്വാ ഏനം അദ്വൈതേ സ്മൃതിം
യോജയേത് അദ്വൈത അവഗമായ ഏവ സ്മൃതി കുര്യാത്. സർവ അനർത്ഥ പ്രശ്നരൂപത്വാദ്വയം. സർവ അനർത്ഥങ്ങളെയും നിവർത്തിപ്പിക്കുന്നതാണ് ഈ അദ്വയം. പറഞ്ഞല്ലോ, സ്വപക്ഷപാതം തുടങ്ങിയ അതുകൊണ്ട് വരുന്ന രാഗദ്വേഷങ്ങളും മറ്റും. ഇതാണ് ഈ മാർഗത്തിലുള്ള അനർത്ഥങ്ങൾ. മറ്റ് വിഷയ താല്പര്യങ്ങളൊന്നുമല്ല. മറ്റ് വിഷയ താല്പര്യങ്ങളൊക്കെയാണ് മനസ്സിൽ വരുന്നതെങ്കിൽ അവിടെ ഈ തത്വചിന്തയ്ക്കൊന്നും പറ്റില്ല. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു ആഗ്രഹം വന്നാൽ, ഭൗതികമായ ഏതെങ്കിലും ഒരു വിഷയത്തോട് നിങ്ങൾക്ക് ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഈ തത്വശ്രവണത്തിന് ഒന്നും മനസ്സ് തയ്യാറാകത്തില്ല. ലൗകികമായ തുച്ഛമായ കാര്യങ്ങൾ അതിനെ എത്ര ശ്രേഷ്ഠമെന്ന് വിചാരിച്ചാലും ശരി, അതെത്ര ശ്രേഷ്ഠമായാലും ശരി, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അതിൽ വരുന്ന താല്പര്യങ്ങളല്ല, ആധ്യാത്മിക മാർഗത്തിൽ തന്നെ വരുന്ന താല്പര്യങ്ങൾ, ചിന്താപരമായി തന്നെ വരുന്ന താല്പര്യങ്ങൾ. എല്ലാത്തിനും അടിസ്ഥാനം എന്താണ്? നമ്മുടെ ചിന്തയാണ്. ആ ചിന്തയിൽ നിന്നാണ് സർവ്വ സാധനകളും സർവ്വ അഭ്യാസങ്ങളും എല്ലാം തുടങ്ങുന്ന ചിന്തയെ ആശ്രയിച്ചുകൊണ്ടാണ്. നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഏതിനെ ശരിയെന്ന് ചിന്തിക്കുന്നു ആ മാർഗത്തെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമായിരിക്കുന്ന എന്താണ്? തന്റെ ചിന്തകളാണ്. അതിൽ പരമാർത്ഥത്തെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വരണം. ഇവിടെ ആചാര്യം ബോധിപ്പിക്കുന്ന രീതിയിൽ പരമാർത്ഥത്തെ ഗ്രഹിക്കുക. എന്തുകൊണ്ട്? സർവ്വ അനർത്ഥ പ്രശമരൂപത്വ. സർവ്വ അനർത്ഥങ്ങളെ അതാണ് നശിപ്പിക്കുന്നത്. അദ്വയം, ശിവം, അഭയം, അതിനെക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത് അഭയസ്വരൂപമാണ്, ശിവമാണ്, അദ്വയമാണ്. അത ഏവം വിദിത്വ യേനം. ഇതിനെ തന്റെ സ്വരൂപത്തെ ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ഏവം വിദിത്വ യേനം അദ്വൈതേ സ്മൃതിം യോജയേ. അദ്വൈതത്തിൽ സ്മൃതിയെ യോജിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്താണ്? അദ്വൈതത്തെ സ്മരിക്കണം. കാരണം മനസ്സ് അത് സ്മരണ രൂപത്തിലായാലും ഭാവനാരൂപത്തിലായാലും. സ്മരണരൂപത്തിലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ സ്മരിക്കുക. ഭാവന എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ. വാസ്തവത്തിൽ ഇത് രണ്ടും സ്മരണരൂപത്തിലാണ്. ഇവിടെ രണ്ടിടത്തും മനസ്സ് സ്മരണരൂപത്തിലാണ്. മനസ്സ് കൂടുതൽ സമയം സ്മരണരൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. അവിടെ സ്മരണരൂപത്തിൽ മനസ്സ് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് ബാഹ്യമായിട്ടായിരിക്കും. ബഹിർമുഖമായ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത്. ഇതെങ്ങനെ മനസ്സ് പോകും? ഈ അദ്വൈതയെ വിട്ടിട്ട്, സ്വസ്വരൂപത്തെ വിട്ടിട്ട് മനസ്സ് പോകും. എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഈ തത്വബോധത്തെ നഷ്ടപ്പെടുത്തിയിട്ട് മനസ്സ് സഞ്ചരിക്കും. അതാണ് സ്മൃതി എന്ന് പറയുന്നത്. അത് പാടില്ല. അദ്വൈത അവഗമായ ഈ തത്വത്തെ ബോധിക്കുന്നതിന്, ഈ തത്വത്തെ ബോധിച്ചിട്ടില്ലെങ്കിൽ, ഈ തത്വത്തെ ശ്രവിച്ചിട്ടും ബോധിച്ചിട്ടില്ലെങ്കിൽ, മുമ്പ് പറഞ്ഞു എന്താണ്? ഇത് ശ്രവണം കൊണ്ട് തന്നെ ഒരാൾക്ക് ബോധിക്കാം. ഈ തത്വം ശ്രവണം കൊണ്ട് തന്നെ ഉള്ളിൽ പ്രകാശിക്കാം. ആ തത്വപ്രകാശം സംഭവിച്ചില്ലെങ്കിൽ പിന്നെന്താ? ഈ തത്വത്തെ തന്നെ പിന്തുടരുക. ആ തത്വം ഉള്ളിൽ പ്രകാശിക്കുന്നതിന് സ്മൃതിയും കുര്യ, ശ്രവിച്ച തത്വത്തെ തന്നെ സ്മരിക്കുക, ശ്രവിച്ച തത്വത്തെ തന്നെ അനുസന്ധാനം ചെയ്യുക. അതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒരു തത്വത്തെ ശ്രവിക്കുന്നു, വീണ്ടും അതിനെ മറ്റേതെങ്കിലും ഉപായത്തിലൂടെ ആ തത്വത്തെ തന്നെ സ്മരിക്കാൻ ശ്രമിക്കുന്നു.
നമ്മളെന്താണോ, എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്, നമ്മളെന്താണോ എവിടെ നിന്ന് ഇപ്പൊ ഗുരു ഉപദേശിച്ചു, ആ ഗുരു ഉപദേശത്തെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്മരിക്കാൻ ശ്രമിക്കുകയാണ്. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്മരിക്കാൻ ശ്രമിക്കുകയാണ്. ജപിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്മരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ധ്യാനിക്കാനോ ജപിക്കാനോ അല്ല പറയുന്നത്. എന്താണോ ഇവിടെ ശ്രുതി ഉപദേശിച്ചത് ആ തത്വം പരമാർത്ഥ സത്യം, അതിനെ നമ്മൾ എങ്ങനെയാണോ ധരിച്ചത്, ആ പരമാർത്ഥത്തെ ഒരാൾക്ക് പരമാർത്ഥമായി തന്നെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടെ പ്രശ്നങ്ങൾ തീർന്നു. പിന്നെ അയാൾക്ക് ശ്രവിക്കാനോ ഗ്രഹിക്കാനോ ഒന്നുമില്ല. പക്ഷേ പരമാർത്ഥത്തെ പരമാർത്ഥമായി ബോധിക്കാൻ കഴിയുന്നില്ല. ബോധിക്കുമ്പോൾ തന്റെ പരിമിതികളോടുകൂടി അതിനെ ബോധിക്കാൻ പറ്റും. അപ്പോൾ ആ ബോധത്തിൽ അയാൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നു. താൻ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞു, സംതൃപ്തി ഉണ്ടാകത്തില്ല. സംതൃപ്തി ഉണ്ടാകാതിരുന്നാൽ വരും, വീണ്ടും ജിജ്ഞാസ ഉണ്ടാവും. എന്താണത്? അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകും. ആ ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ ആ ജിജ്ഞാസ നിവൃത്തി, പ്രേപ്സ നിവൃത്തി എന്ന് മറ്റും പറയും. അതിനുവേണ്ടി പിന്നെ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ആ തത്വത്തെ തന്നെ സ്മരണ രൂപത്തിൽ ശ്രവിച്ച തത്വത്തെ വീണ്ടും അനുസ്മരിക്കുക. അതാണ് മുഖ്യമായ സാധന എന്ന് പറയുന്നത്. തത്വാനുസ്മരണം. തച്ച അദ്വൈതം അവഗമ്യ അഹമസ്മി പരം ബ്രഹ്മേതി വിദിത്വ അശനായാദ്യതീതം സാക്ഷാത് അപരോക്ഷാത് അജം ആത്മാനം സർവലോകവ്യവഹാരാതീതോ ജഡവത് ലോകമാചരേ പറയുന്നു. ആ അദ്വൈതത്തെ ബോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? അശനായാദ്യതീതം. ലോക വ്യവഹാരങ്ങളിൽ ലോകം ആചര്യതെന്നാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ എന്താണ്? ലോകവ്യവഹാരങ്ങളെ ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ഉപേക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. ലോകം വ്യവഹാരം തുടരുക എന്നാണ്. അതാണ് ലോകമാചര്യതെന്ന് പറയുന്നത്. പക്ഷെ എങ്ങനെ? തത്വത്തെ ബോധിച്ചിട്ട്. അശനായാദ്യതീതം. വിശപ്പ് ദാഹം ഇതിനൊക്കെ അതീതമാണ് ഈ തത്വം. പക്ഷെ ലോകവ്യവഹാരത്തിലോ താൻ വിശപ്പിനും ദാഹത്തിനുമൊക്കെ അധീനനാണ്. അപ്പോൾ വിശപ്പിനും ദാഹത്തിനുമെല്ലാം താൻ അധീനനാകുമ്പോൾ, അതിന് കീഴ്പ്പെടുമ്പോൾ എന്താണ്? ഒരജ്ഞനെ പോലെ അതിന് കീഴ്പ്പെടാതെ വിശപ്പിനും ദാഹത്തിനും അതീതമായ തത്വമായി നിന്നുകൊണ്ട് അതെങ്ങനെ? സാക്ഷാത് അപരോക്ഷമായി. കേട്ടുകേൾവി കൊണ്ട് മാത്രം സാധ്യമല്ല. കേട്ടുകേൾവി കൊണ്ട് ആ തത്വത്തെ ബോധിക്കുമ്പോൾ അത് കേവലം അനുസ്മരണമേ ആകത്തുള്ളൂ. അതുപോലെ അതുകൊണ്ട് പറയുന്നത് സാക്ഷാത് അപരോക്ഷമായി, സ്വാനുഭവമായി എന്ന് പറയും. അപരോക്ഷം എന്ന് പറയുമ്പോൾ സ്വാനുഭവമായി, താൻ ആ തത്വമായി തന്നെ മാറി, താൻ തന്റെ വാസ്തവ സ്വരൂപമായി തന്നെ നിന്നുകൊണ്ട് അജം ആത്മാനം സർവലോക വ്യവഹാരാതീതം, സർവലോക വ്യവഹാരങ്ങൾക്കും അതീതമായിരിക്കുന്ന ഈ ആത്മാവായി നിന്നുകൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കുക. ലോകം ആചര്യതെന്നാണ് പറയുന്നത്. വ്യവഹാരം വേണ്ടെന്നിവിടെ പറയുന്നില്ല. പറയാത്ത എന്തുകൊണ്ടാണ്? അത് അസംഭവമായതുകൊണ്ട്. തത്വബോധം കൊണ്ട് വ്യവഹാരത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. വ്യവഹാരത്തെ ഒഴിവാക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഉറങ്ങണം, അല്ലെങ്കിൽ സമാധിയിലിരിക്കണം. എന്നാൽ ഈ കാണുന്ന ലോകത്തെ വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഇവിടെ ലോക വ്യവഹാരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. വേണമെങ്കിൽ ഒരാൾക്ക് സമാധിയിലിരുന്ന് ഒഴിവാക്കാം, ആ കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതല്ല മുഖ്യം. നിങ്ങൾ സമാധിസ്ഥനായിരിക്കുന്നോ അതോ ലോകവ്യവഹാരത്തിലിരിക്കുന്നോ, അതിവിടെ മുഖ്യമല്ല. സർവലോക വ്യവഹാര അതീതനായിരുന്നുകൊണ്ട്, ആ സർവലോക വ്യവഹാര അതീതനായിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെ? തത്വനിഷ്ഠയിലിരുന്നുകൊണ്ട്. ജഡവത്
ജഡത്തെപ്പോലെ. ജഡത്തെപ്പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സംഗനായി. അതാണ് ജഡവത്ത് എന്ന് പറയുന്നത്. ഈ വ്യവഹാരങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെടാതെ. ജഡത്തിൽ അതിന് വേദനയില്ല, ജഡം കോപതാപങ്ങൾക്കൊന്നും അടിമപ്പെടുന്നില്ല, രാഗദ്വേഷാദികൾ ഉണ്ടാകുന്നില്ല. അതിന് സമാനമായി എന്നുവെച്ചാൽ നിസ്സംഗമായി ഈ വ്യവഹാരത്തിന് കീഴ്പ്പെടാതെ, ലോകവ്യവഹാരത്തിന് തത്വബോധത്തിൽ ലോകം ആചരേ. അവിടെ ഒന്നുകൂടി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതൊരു ഉപദേശം എന്നുള്ളതെനിക്ക് പറയുകയാണ്. അപ്രഖ്യാപയൻ ആത്മാനം അഹം ഏവം വിധ. ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. തത്വനിഷ്ഠയിൽ അത്തരത്തിലുള്ള ഒരു മോചനം ആവശ്യമാണ്. അതുകൊണ്ട് അപ്രഖ്യാപയൻ ആത്മാനം തന്നെ, അപ്രഖ്യാപയൻ വെളിപ്പെടുത്താതെ. എങ്ങനെ? അഹം ഏവം വിധം, ഞാൻ ഇപ്രകാരമുള്ളവനാണ്. സ്വന്തം മഹത്വത്തെ സ്വയം പ്രകാശിപ്പിക്കാതെ എന്നർത്ഥം. കാരണം ഇത് ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ്. വ്യവഹാരാതീതനായി ആത്മനിഷ്ഠനായി മാറുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്. അതിന് മഹത്വമായൊരു കാര്യമില്ല. പക്ഷേ അങ്ങനെ ഒരു മഹത്വത്തെ ആർജിച്ചിട്ട് അങ്ങനെ ഒരു മഹത്വത്തിൽ എത്തിച്ചേർന്നതിന് ഒരാൾക്ക് സ്വയം തന്നെ വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹം വരത്തില്ല. പക്ഷെ ആ മഹത്വത്തിന്റെ മാർഗത്തിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരാൻ, തന്നെ വെളിപ്പെടുത്തണം, തന്നെ പ്രഖ്യാപിക്കാൻ, വെളിപ്പെടുത്താൻ ആഗ്രഹം വരും. അത് വരരുത് എന്നാണ് അപ്രഖ്യാപയൻ. കാരണം അത് വീണ്ടും ബന്ധനത്തിലേക്ക് നയിക്കും. അത് തന്നെ ഒരു ബന്ധനമാണ്, തുടർന്നും അത് ബന്ധനത്തിലേക്ക് നയിക്കും. അങ്ങനെ സ്വന്തം ഇച്ഛ കൊണ്ട് സ്വന്തം അഹന്ത കൊണ്ട് തന്നെ പ്രകടമാക്കാനുള്ള യാതൊരു ശ്രമവും ചെയ്യാതെ, അതാണ് ജഡവത്ത് എന്ന് പറഞ്ഞതിന്റെ ഒരു താല്പര്യം. അതാണ് അതിനാണ് ലോകപൂജയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി എല്ലാം തന്റെ മഹത്വത്തെ വിളംബരം ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ പിന്നെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതൊന്നും ഒരിക്കലും സംഭവിക്കാതെ അപ്രഖ്യാപയൻ, പ്രഖ്യാപിക്കാതെ, എന്താണ്? ആത്മാനം തന്നെ വെളിപ്പെടുത്താതെ അഹം ഏവം വിധം, ഞാൻ ഇപ്രകാരമൊക്കെ ഉള്ളവനാണ്, ഞാൻ തുര്യനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മഹാത്മാവാണ്, ഈ തരത്തിലുള്ള ഒരു ഭാവത്തെ ഒന്നും പ്രകടമാക്കാതെ അതിൽ സഞ്ചരിക്കുന്നവൻ എന്താണ്? അപരോക്ഷമായി ഇതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട്, അപരോക്ഷമായി ഇതിനെ സാക്ഷാത്കരിച്ചവനോട് മറ്റൊരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഇത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത്യഭിപ്രായ ജഡവത്, ലോകത്തെ ആചരിക്കുക, ലോകത്തിനോട് യാതൊരു സംഘവുമില്ലാതെ ഈ തത്വബോധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. യസ്മാത് ഏവം വിദിത്വേനം അദ്വൈതേയോജയ സ്മൃതിം അദ്വൈതം സമനുപ്രാപ്യ ജഡവദ്ലോകമാചരേത്